ഈ സ്റ്റീല് അലുമിനിയം ഇതൊക്കെ വന്നടിക്ക് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ ചെലവില്ലാണ്ടായപ്പോൾ ചെടിച്ചട്ടി പണി തുടങ്ങി. ചെടിച്ചട്ടി പണി തുടങ്ങിയിട്ട് മണ്ണുത്തിരി ഈ നെയ്ശ്രീകാർക്ക് കൊടുത്തു തുടങ്ങി. ലാസ്റ്റ് ഞങ്ങളെ വെച്ച് അവർ മുതലെടുക്കൽ തുടങ്ങി. 60 പൈസ 1.60 ഇത്രയുള്ള 7 ഇഞ്ച് ചട്ടിക്ക് ഇപ്പൊ 30 രൂപ 50 രൂപ റേറ്റ് ഉണ്ട്. ഒരു 6 ഇഞ്ച് അന്ന് തരുന്നത് 3 രൂപയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവസാനം പെട്ടുപോവാണ്. പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ മണ്ണിലേക്കാണ് പിള്ളേര്. അതവരെ അതൊന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് തൊട്ടും പിടിച്ച് ഇതൊക്കെ ആവുമ്പോ അവർക്ക് തന്നെ എയിമുകൾ വരും, കൈക്ക് മനസ്സിലാവും. നമസ്കാരം, നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ശ്രീലക്ഷ്മി, എൻ്റെ കൂടെ ബാബേട്ടൻ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കളിമൺ പാത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ്. അത് നമ്മളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ എന്നുള്ളത് മിനിമോൾ ചേച്ചി, അയ്യപ്പൻ കുട്ടിച്ചേട്ടനാണ്. നമസ്കാരം മിനിമോൾ ചേച്ചി. നമസ്കാരം മിനിമോൾ ചേച്ചി. ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? കളിമൺ പാത്ര നിർമ്മാണം തന്നെയാണോ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ നിങ്ങളുടെ അവിടെ തന്നെ, അതിൻ്റെ രീതികൾ എങ്ങനെയാ? ഞങ്ങളിപ്പോൾ കളിമൺ പാത്ര നിർമ്മാണം കുറച്ച് കാലം മുന്നേ അത് ഇല്ലാണ്ടായതായിരുന്നു. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ടും അസംസ്കൃത വസ്തുക്കൾ, വൈക്കോല്, ചകിരി, വിറകൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു കാലം ഇപ്പം എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിലൊക്കെ, പപ്പൻ്റെ കാലം നല്ലൊരു പണിയായിരുന്നു. ഇവരെന്നെ ഒറ്റയ്ക്ക് മണ്ണ് കൊണ്ടുവരിക, മെഷീനൊന്നുമില്ല അന്ന്. കൈകൊണ്ട് തന്നെ ചീവി അരിഞ്ഞ് ചവിട്ടിയൊക്കെ പാത്രം ചൂള വെച്ച് അങ്ങനെ ജീവിച്ചൊരു കാലഘട്ടം. പിന്നെ അത് കഴിഞ്ഞ് അലുമിനിയം പാത്രങ്ങളുടെ കടന്നുകയറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഇത് വന്നപ്പോൾ ആൾക്കാർക്ക് ഇത് വാങ്ങിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ളൊരു ചിന്ത വന്നു. അതിൽ അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ അവർ ഓർത്തില്ല. അപ്പം അവർ അത് നമുക്ക് വല്ലാണ്ട് ബാധിച്ചു. പിന്നെ നമ്മുടെ അച്ഛനായാലും അമ്മയായാലും ഇത് ചൂള വെച്ച് തലയിൽ അന്ന് ചോന്ന് കൊണ്ടുപോയി വിറ്റേറുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ കുറച്ചു നേരം നടന്ന് തലയ്ക്ക് കനം കൂടുമ്പോൾ പൈസ നോക്കില്ല, ഇതെങ്ങനെങ്കിലും ഒന്ന് തീരട്ടെ. അങ്ങനെ അവരെന്ത് ചെയ്തു, വില കുറവിന് കൊടുത്തു തുടങ്ങി. അങ്ങനെ ആയി കടങ്ങൾ വന്നു തുടങ്ങി. പിന്നെ തമിഴന്മാരായിന്ന് വാങ്ങിക്കുക. അങ്ങനെ ആകെ 1 സെന്റിലും 2 സെന്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ കോളനികളുടെ ബേസ്. അങ്ങനെ ഇവര് അപ്പാടെ പണി നിർത്തി ഓരോരുത്തരും ഓരോ പണികൾക്ക് പോയി തുടങ്ങി. കൂലിപ്പണിയായി. അങ്ങനെ അതായത് ഈ തൊഴിലിനെ വിട്ടിട്ട് വേറെ കൂലിപ്പണി പറ്റാത്ത അവസ്ഥയായി. മണ്ണ് വാങ്ങണം, ചകിരി വാങ്ങണം, പിന്നെ കണക്ക് കൂട്ടാൻ അറിയില്ല ഇവർക്ക്. ഇപ്പൊ ഇത്രയും പൈസ മണ്ണിന് വേണം, ചകിരിക്ക് ഇത്ര വേണം, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അത് നോക്കണ്ടേ, നമ്മുടെ പണിക്കാശ് നോക്കുന്നില്ല. ഇവരിപ്പോ ഒരു ചൂള വെച്ച് ഒരു 5000 രൂപ കിട്ടി. അന്ന് ചിലപ്പോ ഒരു കാലത്തിന് 10 രൂപ 12 രൂപയുള്ളൂ. കാലത്തിന്റെ വിലയും നമുക്ക് കിട്ടണ പൈസയും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മണ്ണിന്റെ കാശ് കൊടുത്ത്, വിറകിന്റെ കാശ്, ചകിരിയുടെ കാശൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഉണ്ടാവില്ല. എന്താ ചെയ്യാന്നുള്ള ഒരു അവസ്ഥ അറിയില്ലല്ലോ. പിന്നെ ഇത് കൈത്തൊഴിലായിട്ട് ജീവിക്കുകയും ചെയ്തു. വേറൊരു പണിയൊന്നും അറിയില്ല. അങ്ങനെ കുറെ പേര് പിന്നെ കൂലിപ്പണിക്കും റോഡ് പണിക്കും അങ്ങനെ രാവിലെ പോവാ രാത്രി വരാന്ന ഉള്ള സ്ഥിതിയില്ല. അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മറന്നു. ഇതൊന്നും നോക്കാറില്ല. എങ്ങനെയെങ്കിലും ജീവിക്കണം. ഈ തൊഴിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഇപ്പൊ ഞാൻ വന്നിട്ട് 10-25 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഒരു അച്ഛനെ തൊട്ട് തുടങ്ങിയതാ. എത്രാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങി? ഞാൻ ഒരു 10-15 വയസ്സ് 12 വയസ്സാകുമ്പോഴേക്കും ഞങ്ങളുടെ ഈ പണി പഠിച്ചു. ഈ ചെറിയ ചെറിയ കലങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി പഠിച്ചു. അന്ന് അച്ഛനൊക്കെ പണിയുണ്ട്. അന്ന് നമ്മൾ ഇത് കലങ്ങൾ പണിതാലും അതിനുള്ള കാര്യങ്ങൾ ഇല്ല. അന്നൊക്കെ നിസാര ചില്ലറ പൈസ ഉള്ളു ഒരു കാലത്തിന്. കാലം നമ്മുടെ കാലത്തല്ലല്ലോ. അല്ലല്ല, നമ്മുടെ കാലത്തൊക്കെ അത് അച്ഛന്റെ കാലത്തൊക്കെ നമ്മുടെ ഇതിൽ വന്നപ്പോ പൈസയുടെ ഞാൻ ഒരു കൊട്ടക്കാലം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കാലത്തിന് കിട്ടണത് ഇപ്പൊ 100 രൂപയ്ക്ക് കിട്ടണ കാലം അന്ന് 75 പൈസ 50 പൈസക്ക് കിട്ടുള്ളൂ.
അല്ല പക്ഷെ അന്നത്തെ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് വെറുക് മേടിക്കണ്ട, വെറുക് ഞങ്ങൾ ചെന്ന് മലയിൽ ചെന്ന് കൊണ്ടുവരും. പിന്നെ ബാക്കിയോല ആയാലും അന്ന് ഈ കുറ്റി വീടുകളുണ്ട്, ഓരോ വീടുകൾ കുറ്റി വീടുകൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ അന്ന് അന്നത്തെ രീതിയും ഇന്നത്തെ രീതിയും വ്യത്യാസം ഉണ്ടല്ലേ ഒരുപാട്. ഇപ്പൊ നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്? അപ്പൊ മുൻപ് എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ? മുൻപ് മണ്ണ് കൊടുന്ന് അത് നനച്ച് ഞങ്ങളൊരു അരിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മണ്ണ് അരിയാൻ. അതുകൊണ്ട് അരിഞ്ഞ് അതിലത്തെ ചെറിയ കല്ല് വരെ എടുത്ത് കളഞ്ഞ് പിന്നെ നനച്ച് ചവിട്ടി കൂട്ടി പിന്നെ അത് പാസ്സാക്കി കഴിയുകൊണ്ട് കുഴച്ച് പണിതിട്ട് വേണം ചക്രത്തിലിട്ട് പണിയാൻ. അല്ല ഇത് പൊത്തി വെച്ചിട്ടാണ് നമ്മൾ അരിയെ മണ്ണ് കൂട്ടി ചവിട്ടി കഴിഞ്ഞിട്ട് വലിയ കോനായിട്ട് കൂട്ടി വെക്കും. പിന്നെ ഇങ്ങനെ അരിഞ്ഞ് ബ്ലൈഡ് കനത്തിന് അരിഞ്ഞ് അപ്പോഴാണ് കല്ലൊക്കെ കാണുള്ളൂ. എന്നാലേ ചെറിയ കല്ലൊക്കെ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കലത്തിന് കലത്തിന് ചോർച്ച വരും. അതൊക്കെ ഞങ്ങൾ ഈ വിരലുകൊണ്ട് ഞോണ്ടി അടക്കണം. അതെടുത്ത് പിടിച്ച് ചെയ്ത് പറയുമ്പോഴേക്കും ചിലപ്പോ ഒരു മാസമൊക്കെ പിടിക്കുമ്പോ ഒരു ചോള വയ്ക്കണെങ്കിൽ അതാണ് അതിന്റെ മൂല്യം അറിയില്ലല്ലോ നമ്മുടെ പണി. അപ്പൊ നമ്മളതിന്റെ അത് അരിഞ്ഞ് പിടിച്ച് കൊണ്ടുപോയി ഇതൊക്കെ കൊടുത്ത് കൊണ്ടുപോണതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതിന്റെ ബുദ്ധിമുട്ടുകളല്ല നോക്കണം, അവർക്ക് വെറുതെ കിട്ടാനാ നോക്കണേ. അന്ന് വില പേശലാണ്, ഇത്ര കാശ് മതി എന്നും പറയുമ്പോ അവിടെ നിന്ന് എടുത്ത് തലയിൽ വെച്ച് ചോക്ക ലാസ്റ്റ് ഗതി മുട്ടി കഴുത്തിലേക്ക് ഇതാവുമ്പോഴാണ് കിട്ടി അതിന് കൊടുത്തു പോരും. കാരണം അന്നത്തെ കാരണന്മാരായാലും എൻ്റെ അച്ഛൻ്റെ കാലത്തായാലും വീട്ടില് മക്കളും പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ ഒരു ഭക്ഷണം തരണ്ടേ, അതിനു വേണ്ടി ഞാനടക്കം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനടക്കം ചെയ്തിട്ടുണ്ട്. രാത്രി വരുമ്പോഴേ കലത്തിലാണ് അരി വാങ്ങിച്ചു കൊണ്ടുവരാ, ഈ മണ്ണിന്റെ ഒരു കലത്തില്. അന്ന് സഞ്ചിയും കടല അന്നൊന്നുമില്ല. അപ്പൊ കലത്തില് 1 കിലോ അരി അങ്ങനെ കൊണ്ടുവരാ. അത് കൊടുന്ന് രാത്രി ഇത് വെച്ചിട്ട് വേണം പിള്ളേർക്ക് ചില പുറക്കത്തിന്ന് എണിപ്പിച്ചിട്ടാ കഞ്ഞി കൊടുക്ക. പിന്നെ മഴക്കാലത്തൊക്കെ ആകുമ്പോ ചൂണ്ടിടാൻ പിന്നെ ഇടയ്ക്ക് നായാട്ടനൊക്കെ പോവും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ദാരിദ്ര്യം നിറഞ്ഞൊരു കാലഘട്ടത്തിലേക്കാണ് അന്ന് പോയത്. കാരണം നമ്മുടെ സംസ്കാരം, അതായത് ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ചിന്ത പോലെ വിശപ്പാണല്ലോ മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ കാട്ടി പോവുക, കിട്ടുന്നതിന് പിടിക്കുക, സാഹചര്യം ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അമ്പലം പൂണില് സ്ഥിരം മുടി കെട്ടി നാമം വെച്ച് പൂണില് ഇട്ടിരുന്നതാ. പക്ഷെ ഈ ചൂള വെക്കുമ്പോ ഈ പൂണില് ചോള വെക്കുമ്പല്ല, ഇത് ചക്രത്തില് ഞങ്ങള് മണ്ണിട്ട് പണിയുമ്പോ ഇതൊരു തടസ്സായിട്ട് ഇങ്ങനെ ഈ മണ്ണിട്ട് പണിയുമ്പോ ഇത് കൊള്ളുമ്പോ ആ സാധനം പോവും. കലങ്ങളെ പണിത് വരുന്നത് വടിയിട്ടല്ലേ തിരിക്കുക. അപ്പൊ ആദ്യമ കൊണ്ടും ഈ മണ്ണ് അളവിന് വെക്കുന്നതാണ്. നമ്മുടെ സുദർശന ചക്രല്ലേ മഹാവിഷ്ണുടെ, അതേമാതിരി ഒരു കുറ്റിമളാണ് ഇത് തിരിഞ്ഞാർന്ന. ഇത് വരല് മാതിരി ഒരു കുറ്റിയാണ്. ആദ്യമേ ഞങ്ങള് വെള്ളാരം കല്ല് കടിപ്പിച്ച് ഒരു പലയമ്മ പിടിപ്പിച്ച് കടിപ്പിച്ച് അതുമ്പോഴാണ് ഈ സാധനം തിരിയുക. ഒരു ഇത്തിരി തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലും കയ്യൊക്കെ പോവും. അത് പഠിക്കുമ്പോഴോ ഞങ്ങളുടെ കാലുമൊക്കെ എന്തോരം കൊള്ളുന്ന കൊണ്ട് കഴിഞ്ഞാൽ ചക്രം ഊരി പോരും. അല്ല പഠിക്കുന്ന സമയത്ത് അത് കൊറേ ഞങ്ങളുടെ കാലുമ ഇതൊക്കെ കൊള്ളും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടും. ചിലപ്പോ നമ്മുടെ ഈ കാലിന്റെ സൈഡൊക്കെ പൊട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചെളി എടുത്തിട്ട്, ഈ കയ്യിലൊക്കെ ചെളി ഉണ്ടാവും കളിമണ്ണിന്റെ, അതെടുത്തിട്ട് അതിമ ഒരു തേമ്പോ അതാണ് ഞങ്ങളുടെ മരുന്ന്. ഞങ്ങളുടെ പട്ടികൾക്കും കോഴികൾക്കൊക്കെ ഞങ്ങളുടെ മരുന്ന് അതാണ്. അത് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിഞ്ഞാൽ ആ മുറിവുണങ്ങി. അങ്ങനെയാണ് ഈ പൂണൂല് ഇതൊക്കെ അയച്ചു വെക്കാൻ കാരണം. ഈ വടിയിട്ട് തിരിക്കുമ്പോ എപ്പോഴും ഇതിൽ അപ്പൊ അതൊരു തടസ്സമായിട്ട് തോന്നി. അപ്പൊ ഈ ചക്രത്തിലിട്ട് തിരിച്ചിട്ട് ഇത് ഷേപ്പൊക്കെ അറിയാൻ വേണ്ടിട്ടേ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അളവ് അങ്ങനെ എന്തെങ്കിലും വെക്കോ? അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം. അത് എത്ര കാലം കൊണ്ടാണ് നമുക്കത് പരിചയമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഇപ്പോഴത്തെ പിള്ളേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ മണ്ണിലേക്ക് ഇറങ്ങും.
പിള്ളേര്. അതെ. അതവരെ അതൊന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് തൊട്ടും പിടിച്ച് ഇതൊക്കെ ആവുമ്പോ അവർക്ക് തന്നെ എയിമുകൾ വരും കൈക്ക്. മനസ്സിലാവും ഇത്രയും കാന ഒരു കപ്പ് ഉണ്ടാക്കാം, ഈ കാനം മതി, അതിന് ഇത്ര മണ്ണ് മതി ചെറുപ്പത്തിലെ തന്നെ അറിയാം. ഇപ്പൊ നമ്മള് തൃക്കാരപ്പന ഉണ്ടാക്കുന്നില്ലേ ഓണത്തിന്, അപ്പൊ നമ്മളിപ്പോ പറയും പാപ്പന്റെ പേരക്കുട്ടികളൊക്കെ കൂടി ഇരുന്ന് തട്ടും. അപ്പൊ അവര് ഇപ്പൊ 2-3 വയസ്സ് തൊട്ട് ഇത് കണ്ടോണ്ടിരിക്കാണ്. അപ്പൊ ഒരു 5-6 വയസ്സാകുമ്പോഴേക്കും അവർക്ക് മനസ്സിലായി തുടങ്ങി ഇത് ഇത്രയും ഇതാവും. ഇപ്പൊ ശരിക്കും ഒരു ബേസ് വരണമെങ്കിൽ ബേസ്, അതായത് ഇതിന്റെ ഒരു ഇത് വരണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും പിടിക്കും, 3 വർഷമെങ്കിലും വേണം ഒരു കളിമൺപാത്ര നിർമ്മാണം കറക്റ്റായിട്ട് ഒരാള് പഠിച്ച് വരുന്നെങ്കിൽ 3 വർഷം. അതത്ര എക്സ്പെർട്ട് ആയ ആൾക്കാർ. ചിലർ 5 വർഷമായി അവരൊരു മൂടി പണിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോഴും പല അവരൊരു സ്കില്ലാണ്. ചിലപ്പോ എന്റെ മോനൊക്കെ 6 മാസം കൊണ്ട് എല്ലാം പഠിച്ചെടുത്തു. അത് ചിലപ്പോ അവർക്ക് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്കില്ല് ഉണ്ടാവുമല്ലോ, അങ്ങനെ പഠിക്കണവരുണ്ട്. പുതിയ തലമുറയും തുടങ്ങുന്നുണ്ട്. ഞാൻ അന്നത്തെ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10-20 ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-20 വർഷമായി ഇപ്പൊ ഒരു ഗവൺമെന്റിന്റെ ട്രെയിനിങ്ങുകള്, ഇപ്പൊ വ്യവസായ വകുപ്പിന്റെ KVIC, KVI അങ്ങനെ ഓരോ ആൾക്കാരുടെ ട്രെയിനിങ്ങിൽ ഞാനൊക്കെ അന്ന് 2-3 ട്രെയിനിങ്ങിന് പങ്കെടുത്തപ്പോഴാണ് മനസ്സിലാവണേ ഈ കളിമണ്ണ് കല്യാണ ശേഷം നടത്തുകയായിരുന്നു ചേട്ടൻ്റെ വീട്. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ താമസിച്ചപ്പോൾ അവിടെ KVICയുടെ ഒരു സെൻറ്റർ ഉണ്ട്, ഖാദി കമ്മീഷൻ്റെ. അപ്പം അവിടുത്തെ ഒരു സാറ് എന്നെ കടയിൽ വെച്ച് കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് മൺപാത്രത്തിൽ ഒക്കെ ഇങ്ങനെ ഉള്ളതല്ല അപ്പം എന്ത് ചെയ്താൽ. അപ്പം ഞാൻ പറഞ്ഞ മണ്ണും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. അപ്പം ഇങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ട് 10 ദിവസത്തെ, നിങ്ങൾ ചക്രമൊക്കെ കിട്ടും നിങ്ങൾക്ക്, ഇങ്ങനെ വടി കൊണ്ട് തിരിക്കണതാട്ടോ അന്ന്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് സംഘടിപ്പിക്കുക പറഞ്ഞ് ഞാനൊരു 10-15 പേരെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് സംഘടിപ്പിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഈ വെള്ളം കുടിക്കണ കൂജയായിരുന്നു പണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് ജഗ് പോലെ പണിയാനും അന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നമുക്ക് ട്രെയിനിങ് തരാൻ കേരളത്തിൽ മാസ്റ്റർമാരില്ല ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. അപ്പോൾ അവർ ബാംഗ്ലൂരിൽ നിന്ന് ഒക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ അവര് ഇംഗ്ലീഷ് അറിയുള്ളൂ, നമുക്ക് നമ്മുടെ ഭാഷ അറിയാം. അതെ. അപ്പൊ അവര് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ജഗ് എങ്ങനെ അതുപോലെ പുകയ്ക്കണത് നമ്മളിപ്പോ അന്ന് കുന്തിരിക്കുമ്പോ ഇതൊക്കെ പുകയ്ക്കണത് ഞാൻ കണ്ടിട്ട് വലിയ രൂപങ്ങളെ പോലുള്ള സാധനം. പക്ഷെ അവര് വന്നപ്പോ അതിന്റെ ഒരു ഷേപ്പില് നല്ല ക്യൂട്ടായിട്ട് പണി. അപ്പൊ എനിക്ക് തോന്നി ഇത് ഇങ്ങനൊക്കെ ആവുമ്പോ ഇതിന് മാർക്കറ്റിംഗ് ഉണ്ടാവും, പൈസയും കൂടുതൽ കിട്ടും. എനിക്ക് അതൊരു ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനത് പിന്നെ ഈ ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചക്രവും സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടി കഴിഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു നിങ്ങൾ കുറച്ചൊക്കെ ശ്രമിക്കേ, എല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങൾ വീട്ടുകാരെ തന്നെ നോക്കി അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ കടയിലേക്ക് അങ്ങനെ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പം നമ്മൾ പഞ്ചായത്തിലേക്കൊക്കെ പോകുമ്പോൾ ചേച്ചിമാരോടൊക്കെ ഈ ബിസിനസ്സിനെ പറ്റി ഇങ്ങനെ പറയും. അപ്പം അവർ പറയാമെന്ന മോള് വരണം കൊണ്ടുപോയോ അങ്ങനെയായിരുന്നു ഞാൻ ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് DICയുടെ ഒരു ട്രെയിനിങ് ഉണ്ടായി. അന്നും ബാംഗ്ലൂരിലത്തെ 2 സാറുമാരായിരുന്നു പഠിപ്പിച്ചത്. അന്ന് കൈകൊണ്ട് നമുക്ക് ചക്രോ അല്ലെങ്കിൽ ടൂൾസോ ഒന്നും ഇല്ലാണ്ട് കൈകൊണ്ട് ഫാൻസി ഐറ്റംസുകൾ എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിച്ചു. സൂര്യമുഖം, പിന്നെ കുഞ്ഞ് ഗണപതികൾ, അത് അങ്ങനെയൊക്കെ നമുക്ക്. അപ്പൊ കൈകൊണ്ട് ഡൈ ഇല്ലാണ്ട് കൈകൊണ്ട് എങ്ങനെ ചെയ്യാന്ന് ആള് പറഞ്ഞു തന്നെ. പിന്നെയാണ് നമ്മൾ ഡൈ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ആള് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഡൈ ഉപയോഗിക്കുമ്പോൾ സമയം ലാഭം, കനം കുറവ്, ചൂള വെക്കാൻ എളുപ്പം, മണി ബോക്സ് ആയാലും പണി പെട്ടെന്ന് നടക്കും. അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് അങ്ങനെ പണിതു. ഒരു 30 ദിവസത്തെ ട്രെയിനിങ്ങിൽ DICയുടെ കീഴിൽ ആ മാഷ് ഇപ്പില്ല, അത് തമിഴ്നാട്ടിലത്തെ ഒരു മാഷായിരുന്നു, ചിന്നക്കുട്ടൻ മാഷ്. ആളന്ന് പ്രധാനമന്ത്രിയുടെ അവാർഡൊക്കെ വാങ്ങിച്ച മാഷായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ച. അപ്പൊ ഇതേ പറഞ്ഞ അന്ന് കുറേ തമാശകളുണ്ടായി. കാരണം അവർ ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്കിത് കിട്ടണേ. അപ്പൊ നമ്മുടെ കൂടെ എനിക്കൊരുവിധം അറിയായിരുന്നു, നമ്മൾക്കാണെങ്കിൽ പഠിച്ചെടുക്കും വേണം. അപ്പൊ നമുക്കിത് കണ്ടു. അപ്പൊ നമുക്ക് ഈ പാരമ്പര്യമുള്ള നമുക്ക് കണ്ടറിയാലോ. അപ്പൊ സാറ് ഒരു വട്ടം പറഞ്ഞു, ഒരു ചെക്കനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു 2 പീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചക്ക എന്ത് ചെയ്തു, വേഗം 2 രൂപ എടുത്ത ആൾക്ക് കൊടുത്തു. അതിന് കേട്ടത് 2 രൂപ എന്നാ. അയാള് പറഞ്ഞത് 2 പീസാക്കാൻ, മണ്ണ് 2 പീസ്. ഇവൻ വേഗം എടുത്ത് 2 രൂപ വെച്ചു. അപ്പൊ
എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞുടാ അതല്ല പറഞ്ഞത്, ആള് 2 പീസാക്കാനാ പറഞ്ഞു. ഇത് എനിക്കറിയോ എന്ന് പറഞ്ഞിട്ട് നല്ല രസകരമായിരുന്നു. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചേച്ചിമാരൊക്കെ 2 വയസ്സുള്ള കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ട്രെയിനിങ്ങിന് വന്നു. തൊട്ടിലൊക്കെ കെട്ടി അതിന്റെ ഉള്ളിൽ തന്നെ തൊട്ടില് കുറച്ചും കൂടി ഒരു ഡെവലപ്പായി. അങ്ങനെ ഞങ്ങൾ ഇത് പണിത് DICയുടെ ഒരു ഇതിൽ സമാപന ചടങ്ങിൽ കൊണ്ട് പ്രദർശിപ്പിച്ചപ്പോൾ നല്ല സെയിൽ വന്നു. മണി ബോക്സുകൾ തന്നെ പണ്ടത്തെ കാശ് കൊടുക്കില്ല, അതിൻ്റെ വെറൈറ്റികള്, ഫുട്ബോളിന്റെ അങ്ങനെ രൂപങ്ങൾ, മീനിന്റെ, മാങ്ങയുടെ, അങ്ങനെ കുറേ ഐറ്റംസുകൾ. അങ്ങനെ ആള് ഞങ്ങൾക്ക് ഡെയിലി കളർ കൊടുക്കും. അപ്പൊ അതിൽ പെയിന്റ് ചെയ്യാം, കാരണം നമുക്ക് രൂപങ്ങളിലും ഇതിലും പെയിന്റ് ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ കലങ്ങള് ഫുഡിന്റെ കളറ് പാടത്തൊരു മഞ്ഞ മണ്ണ് കിട്ടും, ഒരു പൾപ്പ് പോലെ. അത് നമ്മൾ കലക്കി ഒരു 2-3 വട്ടം കലക്കി എടുക്കുമ്പോൾ അതിൽ പേസ്റ്റ് പോലെ ഒരു കുഴമ്പ് കിട്ടും. അത് പച്ചയിൽ തന്നെ നമ്മൾ തേച്ച്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വെട്ടുകല്ലില്ലേ, വെട്ടുകല്ലിന്റെ കളർ, നല്ല കളറുള്ള വെട്ടുകല്ല് എടുത്തിട്ട് പൊടിച്ച് വെള്ളത്തിലിട്ട് കലക്കി ഇതുപോലെ കലക്കി നമ്മള് വെള്ളം അപ്പൊ അതിൽ ഊരി പോരും. പോവില്ല. അത് തേച്ച് കഴിഞ്ഞ് അതൊരു ഉണക്കാകുമ്പോഴേക്കും നമ്മൾ കൊതുവലയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു ഇതിട്ടിട്ട് മിനുക്കുമ്പോഴാണ് ഇത് ഈ ഗ്ലേസിങ് വരുന്നത്. ഇപ്പൊ ഈ ചുവന്ന കളറിൽ ഒരു ഗ്ലേസിങ് വരുന്നത് അങ്ങനെ വരും. പിന്നെ അത് വേവിച്ചെടുക്കുമ്പോ റെഡ് കളർ, നല്ല കളർ, അത് ചുട്ടെടുക്കും. ഞാൻ പറഞ്ഞില്ല പണ്ട് ഈ കറുത്ത കളർ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. കറുത്തത് നമ്മള് രണ്ടാമത് കൊണ്ടുപോയി ചോളയില് വെച്ച് ചൈരൊക്കെ ഇട്ട് അത് ഒന്നും കൂടി വേവും. വെന്ത് കഴിയുമ്പോ അറക്കപ്പൊടി ഇട്ടിട്ട് ഇവനെ വയറ് കിടക്കാണ്ട് അങ്ങനെ കമത്തിയിടും. അപ്പൊ ഇതെടുക്കുന്ന രീതി ഏകദേശം എത്ര ദിവസം എടുക്കും? 3 ദിവസം. ആദ്യത്തെ ചൂടൊക്കെ 3 ദിവസം. 3 ദിവസം. മഴക്കാലാകുമ്പോ ചിലപ്പോ 4 ദിവസം. ഇന്നിപ്പോ ചോള വെച്ചാ നാളെ തീ കൊടുക്കാൻ പറ്റുള്ളൂ, നാളെ ഈ നേരത്തെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഇത് ഉണക്കിട്ടാണ് നമ്മള് വെക്കുന്നത്. നന്നായി ഉണങ്ങണം, ഉണങ്ങിയില്ലെങ്കിൽ പൊട്ടി തെറിക്കും. ഞാൻ പറഞ്ഞില്ലേ പണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവര് ചൂള വെക്കുമ്പോ ചില മണ്ണ് നമുക്ക് പണി തരും. അപ്പൊ എന്റെ ചേട്ടന്റെ അവിടെ ഒക്കെ അങ്ങനെ ചെടിച്ചട്ടി 10, 1000, 1500 ഒരു ചൂളയില് പൊട്ടിപ്പോയിട്ടുണ്ട്. മണ്ണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനറിയാം. ഇത്ര അധികം ചട്ടികള് ഒരു ചൂളയില് ചിലപ്പോ ഒരു ചൂള. അല്ല, ഇത് മണ്ണ് കുഴക്കുമ്പോ മണലിന്റെ അംശം പോരായ്മ വരും. അന്ന് നമുക്ക് വാങ്ങിക്കണ മണ്ണ്, ഈ വാങ്ങിക്കുന്ന മണ്ണിൽ ചിലപ്പോ നമ്മളിങ്ങനെ പിടിച്ച് നോക്കിയപ്പോ പാപ്പനൊക്കെ അറിയാം, ടെസ്റ്റ് കയ്യിൽ എങ്ങനെ തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് നാക്കില് നോക്കും, ഇങ്ങനെ മണ്ണെടുത്ത് തിരുമ്പിട്ട് വിരൽ കൊണ്ട് ഇങ്ങനെ ഉറച്ചു നോക്കും. അപ്പൊ അത് ഒരു മണൽത്തരിയുടെ ഇതുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പണിയാ. അല്ല, പാടത്തുനിന്നൊക്കെ അന്ന് എടുക്കാറുള്ളത് അന്ന് പാടത്തുനിന്ന് അങ്ങനെ എടുക്ക. ഇപ്പൊ കിട്ടുന്നുണ്ട്, ഇപ്പൊ ഒരു 2 വർഷമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല റേറ്റാ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നോക്കിയാൽ നമുക്ക് പണിയാൻ പറ്റിയ അനുയോജ്യമായ മണ്ണില്ല. ഒരുവിധം ഞങ്ങളൊക്കെ നോക്കിയതാ. ഞങ്ങൾ സമുദായത്തിൻ്റെ ഇപ്പം KKS എന്ന് പറഞ്ഞ നമ്മളൊരു കുമ്പാര സമുദായ സഭയുണ്ട്, അതിൻ്റെ കീഴിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ മണ്ണെന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ തിട്ടകളായിട്ട് കിടക്കണം. അതായത് ശരിക്കും പറഞ്ഞാൽ കൃഷിക്ക് അനുയോജ്യമൊന്നല്ല, അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നത് പറയണത് എന്താണെന്നറിയാം, ജിയോളജിയുടെ പാസ് വേണം, അത് വേണം, ഇത് വേണം. അതിന് പോകുമ്പോൾ നാട്ടുകാർ അവിടുന്ന് മണ്ണെടുക്കാൻ പാടില്ല, ഇവിടുന്ന് മണ്ണെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടിലാക്കി. ഇപ്പം 2 കൊല്ലം തൊട്ടാണ് പട്ടാമ്പി ഭാഗത്തുനിന്നും പിന്നെ ഷൊർണൂര്, ഈ തവണ അടുത്ത് ഷൊർണൂര് അവിടെ നിന്നാണ് മണ്ണ്. അങ്ങനെ കുറ്റിപ്പുറം, ഇവിടെ ആളൂരെന്ന് പറഞ്ഞ സ്ഥലമില്ലേ നമ്മുടെ തൃശ്ശൂർ ജില്ല, കുന്നംകുളം. പക്ഷെ അവരവിടെ നമ്മുടെ യൂണിറ്റ് തന്നെയാണ്, നമ്മുടെ സമുദായത്തിന്റെ അവിടെ നമ്മുടെ ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ഒരു 4-5 തലമുറയ്ക്കുള്ള മണ്ണുണ്ട്, പക്ഷെ അവർ പുറത്തേക്ക് കൊടുക്കില്ല. അത് അനുയോജ്യമായ മണ്ണാണ്, നമുക്ക് പണിയാൻ അനുയോജ്യമായ മണ്ണാണ്. പക്ഷെ അവർ ആ യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കില്ല. അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ വില്ലേജും പഞ്ചായത്തും അവിടുത്തെ യൂണിറ്റുകാർ മാത്രം അത് ഉപയോഗിക്കും, പുറത്തേക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ചതിൽ നോക്കി, കുറച്ച് മണ്ണെങ്കിലും നമ്മുടെ ഇപ്പോൾ കൊടകര യൂണിറ്റിൽ 10-15 ആൾക്കാർ പണിയണുള്ളൂ. ഇപ്പം ചങ്ങാലൂരായാലും നടത്തരായാലും അങ്ങനെ കുറച്ച് പേര് ഇപ്പം ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ടുള്ളൂ.
അപ്പോൾ പിന്നെയാണ് ഇപ്പോൾ ഒരു 2 വർഷം തൊട്ട് ഈ 3-4 സ്ഥലത്ത് നിന്ന് നമ്മൾ മണ്ണ് കൊണ്ടുവരും. അത് ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഒക്കെ പിടിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ വ്യവസായ വകുപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പാസ് ഉണ്ട്, ആർട്ടിസൻ ആ കാർഡ് കാണിക്കുമ്പോൾ വിടുന്നുണ്ട്. ഇപ്പം വലിയ പ്രശ്നങ്ങളില്ല. 2 കൊല്ലം മുന്നേ വരെ നമുക്ക് എപ്പോഴും ഇവർക്ക് പൈസ കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഒരു ലോഡ് മണ്ണിന് ഇവിടെ എത്തുമ്പോൾ 22,000 രൂപ കൊടുക്കണം. എത്ര ഏത് വേണ്ടി ഓരോ 1.5 യൂണിറ്റ് പിന്നെ ഇവർ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമായിരുന്നു. ഇപ്പൊ ഒരു 2 കൊല്ലം തൊട്ട് ഇത്തിരി ബുദ്ധിമുട്ട് കുറഞ്ഞു. പിന്നെ ചില ടിപ്പറുകാർ വരുന്നില്ല. കളിമണ്ണ് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ വണ്ടിക്ക് വരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വ്യവസായ വകുപ്പിന്റെ പാസ് നമുക്ക് കുറച്ച് പേർക്ക് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പാസ് ഉപയോഗിച്ചിട്ട് ദുരുപയോഗം ചെയ്ത കാരനാണ് ഞങ്ങൾക്കും പ്രശ്നമായത്. ഇവര് ഒരു കൊണ്ടാഴി എന്ന് പറഞ്ഞു നമ്മളെക്കാളും ഇത്തിരി താഴ്ന്ന ഒരു വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത നാടായത്. കൊണ്ടായി മുടപ്പല്ലൂര് പാലക്കാട് ജില്ലയില് നമ്മുടെ ചേലക്കര തൃശ്ശൂർ ജില്ലയാണ്. അത് തൃശ്ശൂർ ജില്ല സമുദായത്തിന്റെ വർക്കിന് അവിടെ അവരുടെ പാസ്സൊക്കെ ഉപയോഗിച്ച് ഞങ്ങളുടെ എല്ലാ ആൾക്കാർ തന്നെയാ. ഇപ്പൊ പേരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ രാഷ്ട്രീയമായിട്ട് ചൂഷണം ചെയ്ത ആൾക്കാരാണ്. നമ്മുടെ കാസ്റ്റിൽ തന്നെ ആള് 40 ആളുടെ കാർഡ് അവർക്ക് ഇത് എന്തിനാന്ന് അറിയില്ല. അവരത് കൊടുത്തു. ഇയാള് ബ്ലാക്കിൽ മണ്ണടിച്ചു വോട്ട് കമ്പനിക്കാർക്ക്. അങ്ങനെ സാറ് 2 മണിക്ക് സാറിനെ വിളിച്ചിട്ട് ആകെ പ്രശ്നങ്ങളായി. വ്യവസായ വകുപ്പിന്റെ നമ്മുടെ GM വിളിച്ചിട്ട്. അപ്പൊ GM ഞങ്ങൾക്ക് നല്ലൊരു സഹായമായിരുന്നു. കൊടകര ഒരു സൊസൈറ്റിയുടെ കാര്യത്തിനൊക്കെ ആള് വരാറുണ്ടായിരുന്നു. അപ്പൊ GM എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനിനി എങ്ങനെ പാസ് കൊടുക്കുക? ഞാനിപ്പോഴും 10-15 ആൾക്കാരുടെ പാസ് അവിടെ പെൻഡിങ്ങിൽ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളങ്ങനെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. കാരണം നമ്മുടെ പേര് പറഞ്ഞിട്ട് ഇവര് വോട്ട് കമ്പനിക്കാർക്ക് കാശ് കൂടുതൽ കിട്ടും, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിലാണ് ഇപ്പൊ നമ്മളെങ്ങനെയെങ്കിലും ഒരാള് നമ്മുടെ സമുദായത്തെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വരുമ്പോ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുക. പക്ഷെ അയാൾ തന്നെ നമ്മൾ ചവിട്ടി താഴ്ത്തണ ഒരവസ്ഥയായി. അങ്ങനെ ഇപ്പൊ ചതിപ്രയോഗം അങ്ങനെയൊക്കെ ഒരുപാട് ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കളിമണ്ണിൻ്റെ ഒരു കാര്യത്തിനോ ഇപ്പോൾ സർക്കാരിനോടായാലും നമ്മുടെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് മണ്ണെടുക്കാനാ സാധിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഞങ്ങളെ പിന്തിരിപ്പിക്കാനേ നോക്കണുള്ളൂ. ഈ പണിയൊന്ന് പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണ്, ഇത് അന്യം നിന്ന് പോകരുതെന്നുള്ളൊരു ചിന്ത അവർക്കില്ല. പിന്നെ നമ്മുടെ ഒരു ഇത് കാരണം ചിലർക്ക് ഇതിന്റെ ഒരു ആഗ്രഹം ഉണ്ടാവും, മക്കള് പഠിക്കണം, നമ്മുടെ പാരമ്പര്യത്തെ. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോനെ ഇതിലേക്ക്, എൻ്റെ മോളെ ആയാലും ഇതിലേക്ക് അവർക്ക് താല്പര്യം തോന്നി തുടങ്ങിയത്. അപ്പം എൻ്റെ ഇപ്പോൾ ചേട്ടന് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് ഈ പണി എന്ന് പറയുമ്പോൾ. കാരണം ആള് പണിത് വരുമ്പോഴേക്കും അങ്ങനെ പൊട്ടി തെറിക്കലും മണ്ണ് കിട്ടാത്ത അവസ്ഥയൊക്കെ ആയിട്ട് നന്നായി കടം വന്നത്. അപ്പം ആള് ഞാൻ മണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങനെ ഒരു നീരുത്സാഹപ്പെടുത്തിയായിരുന്നു. പക്ഷെ ഞാനിത് വിട്ടില്ല. അങ്ങനെ കുറേ ട്രെയിനിങ്ങിന് ഞങ്ങളുടെ സ്ത്രീകളെ ഒരു 10-20 സ്ത്രീകളെ രണ്ടാമത് ഇവിടെ കൊടകര വന്നിട്ട് നബാർഡിൻ്റെ ആർട്ടിസൻ ഡെവലപ്മെൻറ്റിൻ്റെ ആ സാറിൻ്റെ കീഴിൽ പിന്നെ KVICയുടെ അങ്ങനെ കുറേ അവർക്ക് സ്റ്റൈപ്പൻറ്റും ഡെയിലി 350 രൂപ വെച്ച് സ്റ്റൈപ്പൻറ്റ് കിട്ടി. അതുപോലെ ഒരു ചക്രവും അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇപ്പം മണ്ണെടുക്കാനുള്ള അതിൻ്റെ കൂടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഒക്കെ കിട്ടി ഇപ്പം 20 സ്ത്രീകൾക്ക്. അതിന് മുന്നേ ഒരു 30 സ്ത്രീകളെ നബാർഡിൻ്റെ കീഴിൽ ഒരു 10 ദിവസത്തെ ട്രെയിനിങ്ങിൽ അതുപോലെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊരു മാസ്റ്റർ ട്രെയിനായിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ കൊടകര തന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് മാസ്റ്റർ ട്രെയിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള കാരണം. ഇപ്പം എൻ്റെ മാമനൊക്കെ വലിയ പണിക്കാരൻ ഇപ്പോഴും ഗൾഫിലാണ്. അമ്മയുടെ ആങ്ങള 10-30 വർഷമായിട്ട് ആള് അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. സ്റ്റുഡിയോ പോട്രിയുടെ തന്നെ വലിയ വലിയ പോട്ടുകളൊക്കെ. പക്ഷെ ആൾക്ക് ഇവിടെ വന്നൊരു മാസ്റ്ററായിട്ട് കയറണമെങ്കിൽ പറ്റില്ല, സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ പണ്ടത്തെ ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ പാപ്പന നല്ലൊരു ട്രെയിനറാ, കലം താലി ഈ അടിഭാഗമൊക്കെ മൂടണമെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല ഈ അടിഭാഗം എങ്ങനെ വരണമെങ്കിൽ ഉള്ളില് കല്ല് വെച്ചിട്ട് ആ പണിത് വെക്കുമ്പോ അടി ഉണ്ടാവില്ല. ആ സൈപ്പ് അങ്ങനെ ആ വക്ക് മാത്രം സൈപ്പായിട്ട് പണിയുള്ളൂ. പിന്നെ അത് തല്ലി ഇത് കൊണ്ടുവരണം. അല്ലാണ്ട് നമുക്കത് അടുപ്പത്ത് വെക്കാൻ പറ്റില്ല. ഇപ്പൊ അടുപ്പത്ത് വെക്കാത്ത പാത്രങ്ങളുണ്ട്, അത് നമ്മളെ ചക്രത്തില് അടിച്ചെടുത്തിട്ട് ഒന്ന് മിനിക്കാ മതി. എല്ലാ പാത്രങ്ങൾക്കും അടി തല്ലല് വേണ്ട പകർത്തി വെക്കുന്നതിന്. അടുപ്പത്ത് വെക്കണമെങ്കിൽ അടി തല്ലണം.
തല്ലി ഇതാക്കണം. ഇപ്പൊ പുതിയ ചില ഡൈ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാര് മീൻചട്ടിക്ക്. പക്ഷെ വിജയിക്കുന്നില്ല. കാരണം വിജയിക്കില്ല ഡൈയില് നമ്മള് മീൻചട്ടി. അല്ല ഇതിപ്പോ നമുക്ക് തല്ലുമ്പോ സാധാരണ ഡൈന് വിട്ട് എന്തിന്റെ വ്യത്യാസം ഉണ്ടാവും ശരിക്കും? അതിന്റെ ശരിക്കുള്ള മണ്ണ് ശരിക്കും അങ്ങോട്ട് അടിച്ചൊതുക്കും. കനം ശരിയാവില്ല. പിന്നെ അതിന്റെ കൈമളല്ലേ ഒറ്റ അളവാണ്. അത് കയ്യില് പിടിച്ച് നോക്കിയാലേ അറിയുള്ളൂ. ഒറ്റ അളവിന് കനം. അത് ഞങ്ങൾക്കറിയാം. ഇന്ന് ആ കാലം ഇപ്പൊ ഈ കാലം നമ്മള് പണിതുണ്ട്. ഇത് ശരിക്കും ഇതില് ഉള്ള കട്ടി ഇതില് വരണം, എന്നാലേ ഞങ്ങൾക്ക് അത് ചൂളയില് കിട്ടുള്ളൂ. ചൂളയിലും കിട്ടുള്ളൂ. നമുക്ക് അടുപ്പത്ത് വെച്ചാലും നമുക്കത് മണ്ണിന്റെ ചുരുക്കം വരും അല്ലേ? ഈ ചക്രത്തിൽ ചെയ്തതിന് ശേഷം അപ്പൊ തന്നെ അല്ല, അത് വലിയ ഒരുവിധം വെള്ളം വലിഞ്ഞിട്ട് വെള്ളം വലിഞ്ഞിട്ട് അടിതല്ലും. അത് വേറെ ആളുകളാണ് ചെയ്യാതെ നിങ്ങള് അതിന് പ്രത്യേകിച്ച് അടിതല്ലാനായിട്ട് ആൾക്കാര് ഞാനല്ല പണി. പാപ്പനിപ്പ എല്ലാം ചെയ്യും. ചില സ്ഥലത്ത് പണിത് വെക്കാൻ ഒരാള്, അടി തല്ലാൻ ഒരാള്, മിനുക്കാൻ. അത് വലിയ വലിയ ഇപ്പൊ ഷെഡൊക്കെ ആയിട്ട് ഒരു 10-15 പേര് വെച്ച് ചെയ്യുമ്പോ അതിനൊക്കെ സെപ്പറേറ്റ് ആൾക്കാരെ വെക്കും. അപ്പൊ പിന്നെ പണി ബുദ്ധിമുട്ടില്ലാണ്ട് മണ്ണരയ്ക്കാൻ ഒരാള്, അങ്ങനെയൊക്കെ വെക്കും. ഇതിന് ഒരുപാട് പ്രോസസ്സുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് പണി സമയം നോക്കില്ല. രാവിലെ ഒരു 6 മണിക്ക് നമ്മളിപ്പോൾ പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രാത്രി ചിലപ്പോൾ 7 മണിയാവാം, ചിലപ്പോൾ 8 മണിയാവാം, ചിലപ്പോൾ ചൂളയുടെ സമയമാകുമ്പോൾ നേരം വെളുക്കണ വരെ ഉറങ്ങാണ്ടിരിക്കണം. അല്ല ഇതിന്റെ ഇപ്പൊ നമ്മള് വെയിലത്ത് വെച്ചു അടി തല്ലാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ പാകം നമുക്ക് അത് പാകം എന്ന് പറഞ്ഞാൽ നമ്മള് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇടയ്ക്ക് തിരിച്ചു വെച്ചോളണം. ഇല്ല ഓരോ ദിക്കിലേക്ക് ചൂട് ഏറ്റു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര മുറുക്കാവും. അപ്പൊ അത് തിരിച്ചു വെക്കണം. എന്നാലും ചിലത് ഓരോ ദിക്കില് ഭയങ്കര ടെമ്പറായിട്ട് ചൂടാവും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നനയ്ക്കും. ഞങ്ങള് തല്ലാൻ പോകുമ്പോ ഒരു തുണിയില് അത് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം വെച്ചിട്ട് ആ ഉണങ്ങിയ സ്ഥലത്ത് നനയ്ക്കും. ഇതിപ്പോ അടിയിൽ കയ്യാണോ പിടിക്കാ? അടിയിൽ എന്താ താങ്ങ പിടിക്കുക? അടിയിൽ കല്ലുണ്ട്, കരിങ്കല്ല് കൊണ്ട് നല്ല പെൻഷ്യപ്പെടുത്ത് കല്ലുണ്ട്. ആ കല്ലുള്ളില് വെച്ചിട്ട് ഇതിന്റെ ഉള്ളില് വെച്ചിട്ട് പുറത്ത് പലയുണ്ട്. ആ പലയ കൊണ്ട് അടിച്ചാക്കി അതിന്റെ അയറ് കളയണം, കനം കറക്റ്റ് ആക്കണം. എന്നാലും നമ്മൾ അടുപ്പത്ത് വെച്ച് കിട്ടും. ചിലവരൊക്കെ നമ്മളിപ്പോ പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്ന ചേച്ചിമാര് അയ്യോ ഞാനിത് അടുപ്പത്ത് വെച്ചപ്പോ പൊട്ടി തെറിച്ചു എന്ന് പറയും. മീൻചട്ടി വിള്ളല് വരും, അല്ലെങ്കിൽ പൊട്ടൊരു കഷ്ണമൊക്കെ അടർന്നു പോവാ. അപ്പൊ ചേച്ചി പറഞ്ഞു മോളെ ഞാൻ ഇതങ്ങടെ അടുപ്പത്ത് വെച്ചപ്പോ പൊട്ടി പോയിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും ചേച്ചി അത് കനം റെഡി ആവാണ്ട. ഇപ്പൊ ചേച്ചി അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കിത് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ചേച്ചി എവിടെ നിന്ന് വാങ്ങിച്ചാൽ അവരോടൊന്ന് പറഞ്ഞു നോക്ക്. ഞാനൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. അവരിപ്പോ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലല്ലോ, കൊണ്ടുപോയി 2 ദിവസം കൊണ്ടാകുമ്പോ ഞാൻ എന്തായാലും വേറെ മാറ്റി കൊടുക്കും. എക്സിബിഷനിലൊക്കെ ആകുമ്പോ നമുക്ക് അത്രയും മര്യാദയല്ല. അപ്പൊ ഞാൻ പറയും ചേച്ചി പരമാവധി ചുവന്ന ചട്ടി ആയാലും കറുത്ത ചട്ടി ആയാലും നേരിട്ട് കൊണ്ട് ഗ്യാസിൽ വെക്കരുത്. നേരിട്ട് ഗ്യാസിൽ നമ്മൾ വെക്കരുത്. സുഷിരങ്ങൾ അടയണം ശരിക്കും. കരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുക എന്തെങ്കിലും കൊണ്ട് അതിന്റെ സുഷിരങ്ങളൊന്ന് അടഞ്ഞിട്ട് നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകത, പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഒരു സ്ഥലത്തു നിന്നാണ് മണ്ണെടുക്കണത്. ഇപ്പൊ പല സ്ഥലത്തു നിന്ന് വരുന്ന മണ്ണ്. അപ്പൊ അതെങ്ങനെ അതിന്റെ ക്വാളിറ്റി എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എക്സിബിഷനിലായാലും ആരോടും ചേച്ചിമാരോട് പറയും ചേച്ചി ഇങ്ങനെ ചെയ്യരുത്. കാരണം ഇവരോട് ഇപ്പൊ കലം വെക്കണ ചേച്ചിമാര് പറയുന്നു ചേച്ചി ഇത് ഗ്യാസ് ഇവർക്ക് അറിയില്ല. അപ്പൊ ഇതുപോലത്തെ കുട്ടികളാവും. അപ്പൊ ഇവർക്കൊരു ചേച്ചി ഇത് അടുപ്പത്ത് വെക്കാം, പിന്നെന്താ നേരിട്ട് കൊണ്ട് വെച്ചോന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എക്സിബിഷനിലൊക്കെ കാണുമ്പോ പറയും. അപ്പൊ ഞാൻ പറയും നിങ്ങൾ ഇത് അടുപ്പില്ലെങ്കിൽ ഒരു ചിരട്ടിയോ എന്തെങ്കിലും ഇതിന്റെ ഉള്ളിലിട്ട് കത്തിച്ചോ. പിന്നെ അകത്തും പുറത്തും ഒന്ന് കരി പിടിപ്പിച്ചിട്ട് ഇത്തിരി കാടിവെള്ളോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളോ 2 ദിവസം തിളപ്പിച്ചാൽ മണ്ണിന്റെ ഒരു ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ക്ഷമ വേണം. മണ്ണെന്ന് പറഞ്ഞ പാരമ്പര്യമായിട്ട് നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതിന് നമ്മൾ ഒരു കെമിക്കൽ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കളിമണ്ണിൽ. അല്ല പലരും പറയും ഇത് ഇല്ലെന്നില്ല. പാലക്കാടിന്ന് അത് നമുക്ക് കുറേ പരാതികൾ അങ്ങനെ വന്നിട്ടുണ്ട് സമുദായ ബേസിൽ. അത് റെഡ് ഓക്സൈഡ് തിളങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇല്ല. അത് അവരെന്ത് ചെയ്തെന്നറിയാം, നമ്മുടെ ആൾക്കാർക്ക് പണി കൊടുത്തതാവാം. ആ ചെറിയ കലങ്ങള് വണ്ടിയിൽ കൊണ്ടുവരുന്ന അവര് ഈ റെഡ് നമ്മൾ ഈ തൃക്കാരപ്പനിലൊക്കെ അടിക്കണ പെയിന്റ് അത് ഈ ചെമ്മണ്ണിൽ വെട്ടുകല്ലിൽ ഇട്ടിട്ട്
തേച്ചിട്ടുണ്ട്. അപ്പൊ അത് തേച്ച് കഴിഞ്ഞപ്പോ നല്ല തിളക്കായി, നല്ല തിളക്കം. ഇവര് ചൂളേന്ന് അങ്ങോട്ട് എടുക്കുമ്പോ ഈ തിളക്കം കണ്ടിട്ട് ആൾക്കാർ വാങ്ങുന്നവരുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പൊ പെട്ടെന്ന് ഇത് ആൾക്കാർ കണ്ട് വാങ്ങിച്ച് ഇത് തേക്കുമ്പോ എന്തുണ്ടാവും അറിയാം, ഈ കളർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കലത്തില് ഇങ്ങനെ ഒരു വിഷാംശം ചേർക്കാൻ പറ്റില്ല. ആ ചൂള വെച്ചാലും അത് അതിന്റെ ഗുണം കാണിക്കും. ഇപ്പൊ നമ്മൾ തേച്ച് കഴിക്കപ്പോ കളർ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ ഇതെന്താ ഉപയോഗിച്ചേക്കണം. ഇപ്പൊ നമ്മൾ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് ചൂള വെച്ച് അത് ചോറ് വെച്ചാലും അതിൽ കളർ ഇളകി വരില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പത്തെ ചേച്ചിമാര് മറ്റേ കമ്പിമേ സ്ക്രബ്ബർ ഇട്ട് തേച്ചാലും ഞാനത് പറയും ചെയ്യും, നിങ്ങൾ അതിലൊന്നും ഇട്ട് തേക്കല്ലേ എന്ന് പറയും. കാരണം ക്ഷമ കാണിക്കുക. അപ്പൊ ഒരു അപ്പച്ചട്ടി ആയാലും ദോശച്ചട്ടി ആയാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ദിവസം ഒരു ക്ഷമ കാണിക്കും. അത് നമ്മൾ കമ്പിട്ട് തേച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു അപ്പച്ചട്ടിയാണ്, കമ്പിട്ട് തേച്ച് കഴിഞ്ഞാൽ അതിലത്തെ വരകള് വന്നു. അപ്പൊ നമ്മള് അപ്പം ഉണ്ടാക്കുമ്പോ അത് ഒട്ടി പിടിക്കും. ആ സ്ഥാനത്ത് നമ്മള് ഇത്തിരി പഴയ കാരണന്മാര് ചെയ്യുന്ന മാതിരി ഇത്തിരി വെണ്ണൂറ് എടുക്കുക, വെണ്ണൂറ് ഇല്ലെങ്കിൽ ഇത്തിരി ചകിരി എടുത്തിട്ട് സോപ്പ് വേണ്ടെന്ന് വെക്കാം മൺപാത്രങ്ങൾക്ക്. അത് ചെയ്താൽ മതി. കെമിക്കലുകളൊന്നും വേണ്ട. കാരണം ഞാൻ ഇപ്പോഴും മണ്ണിന്റെ കാലത്തിൽ വെക്കുന്നത്. ഞാൻ ഇത്തിരി വെണ്ണൂറ് ഇത്തിരി ചകിരി എടുത്തിട്ട് രാത്രി ചോറ് വെച്ചാൽ ഞാൻ വെള്ളം ഒഴിച്ച് വെക്കും, അപ്പൊ പിടിക്കില്ല. അപ്പൊ കാലത്ത് ഈ വെണ്ണൂറ് ഇട്ടിട്ട് ഒരു ചകിരി എടുത്ത് തേക്കും. ഞാൻ സോപ്പ് ഉപയോഗിക്കാറ്. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ ശീലിക്കണം. അപ്പൊ ഇപ്പഴത്തെ ആൾക്കാർക്ക് നേരില്ല. അപ്പൊ പറയും മോളെ എവിടെന്നാ നേരം. ഞാൻ കുറെ പേർക്ക് മയക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ചിലർക്ക് കറുത്ത ചട്ടി വാങ്ങാൻ പേടി. അത് ചില സ്ഥലത്ത് നിന്നൊക്കെ അത് പതക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് കറി വെക്കുമ്പോ അപ്പൊ ഇവര് പ്ലാസ്റ്റിക് ഇട്ട് പുകയ്ക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ പല യൂണിറ്റിലും ചെല്ലുന്ന ആളാ. നമ്മുടെ ഈ കാർഡ് മണ്ണിന്റെ ഉണ്ടാവും, ചില മണ്ണിന്റെ ഉണ്ടാവും. ഞാൻ തന്നെയല്ല, പിന്നെ ചില മണ്ണ് നമ്മള് ചിലത് നല്ലോണം വേവണം. ഈ ചിലത് ഈ ചോളയില് ഈ കളറ് കേറുള്ളൂ. അപ്പോഴേക്കും ഇവര് നിർത്തും, കത്തിക്കല് നിർത്തും. അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊറേ ദിവസം കഴിയുമ്പോ അത് പൊടിഞ്ഞു 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 വരും. ആ സ്ഥലത്ത് നമ്മളെ പഴയ കാലത്ത് നമ്മളെ ചകിരി വന്ന് ഇപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു അടയാളം, ഒരു വെന്ത അടയാളം, കറുത്ത അടയാളം കണ്ടു കഴിഞ്ഞാൽ അയ്യോ അത് അവർക്ക് വേണ്ട. ഏറ്റവും ക്വാളിറ്റി കൂടി കാലം അതാണ്. ചെടിച്ചേട്ടി ഞാൻ വിറ്റായിരുന്നേ, അടിയിലുള്ള ചെടിച്ചേട്ടി നല്ല സൗണ്ടാവും, പക്ഷെ ഇത്തിരി കറുത്ത കളറായിട്ടുണ്ടാവും. നന്നായിട്ട് വെന്തട്ട. അപ്പൊ ചിലർക്കൊക്കെ അറിയാം. അപ്പൊ പിന്നെ അവര് പറയും ചേച്ചി അടിയില് വരിയില് വെച്ച് ചെടിച്ചട്ടി ഉണ്ടാ. 1-2 വട്ടം വാങ്ങിച്ചപ്പോ മനസ്സിലായി. അപ്പൊ ഈ ഇങ്ങനെ കലങ്ങളിലായാലും മീൻചട്ടിയില് ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചകിരി പോയിട്ട് പുള്ളികള് വരും. അതാണ് നല്ല ഉറപ്പുള്ള കലം. അങ്ങനെ നോക്കി ചിലർക്ക് നന്നായിട്ട് അറിയാട്ടെ. അപ്പൊ അവര് കൊട്ടി നോക്കും. ഇങ്ങനെ മണ്ണിന്റെ നല്ല സൗണ്ടാവും അങ്ങനെയുള്ള ചെടിച്ചട്ടിക്ക് അടിയിലുള്ള. പിന്നെ മണ്ണില് പിന്നെ ഒരു കാര്യമുണ്ട്, മണ്ണിലും കുറെ മാറ്റങ്ങളുണ്ട്. ചിലത് എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടിക്ക് പണിയുന്ന മണ്ണുകൊണ്ട് കലം പണിയാൻ പറ്റില്ല. കലം പണിയണമെങ്കിൽ ശരിക്കുള്ള കളിമണ്ണ് തന്നെ വേണം. അത് തന്നെയല്ല, നമ്മള് ഈ കുണ്ടപ്പ് വെച്ച് പള്ള വെച്ച് പണിയുമ്പോ നമ്മള് നല്ല മണ്ണല്ലെങ്കിൽ അത് പണിത് വെക്കണ കാണുള്ളൂ. അപ്പോഴേക്കും നിലത്ത് വീഴും. അങ്ങനെയുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മണ്ണ് 2-3 സൈസ് മണ്ണുണ്ട്. നമുക്കിപ്പോ കാശ് കുടിക്കും ചെടിച്ചട്ടിയും പണിയാ ഏത് മണ്ണും ഉപയോഗിക്കാം, പശമ വേണമെന്നില്ല. പക്ഷെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കറിപ്പാത്രങ്ങള്, കലങ്ങള്, ജഗ്, കൂജ് ഇതൊക്കെ പണിയണമെങ്കിൽ കറക്റ്റായിട്ടുള്ള കളിമണ്ണ് തന്നെ വേണം. അതിലൊരു കെമിക്കലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ളതൊന്നും പാടില്ല. നമ്മൾ ഇപ്പോഴും അതുപോലെ തന്നെ ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇപ്പം നാള് വാർത്തയിലൊക്കെ കേട്ടില്ലേ, നമ്മുടെ ആറ്റുകാല് പൊങ്കാലയ്ക്ക് കളറ് ചേർത്തിയ കാലങ്ങൾ, അത് നമ്മുടെ കേരളത്തിൽ നല്ല. അത് പിന്നെ അത് പറഞ്ഞു, അത് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ ആറ്റുകാൽക്കൊന്നും കൊടുക്കാറില്ല. ഇപ്പൊ മതിക്കൊന്ന് കൊടുക്കുന്നുണ്ട്, നമ്മുടെ അമ്മായിയുടെ അമ്മ കൊടുക്കുന്നുണ്ട്, പുത്തുകാവ് നമ്മുടെ രാജു കൊടുക്കുന്നുണ്ട്. അറിയാം, അതായത് അത്രയും കാലങ്ങളായിട്ട് വാങ്ങുന്നവർക്ക് അറിയാം അതിലൊരു കളറും. ഞാൻ ഇത്തവണ 10,000-2000 പൊങ്കാല കാലം ഇപ്പൊ സീസണിലെ കാലങ്ങളിൽ സീസണില്
കൊടുത്തിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ അന്ന് ഒരു ചിലപ്പോൾ ചോർച്ച വരാം. അത് ചിലപ്പോൾ 1-2 കല്ല് അതിൻ്റെ ഉള്ളിൽ മണ്ണല്ലേ പണിയുമ്പോൾ ചിലപ്പോൾ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഇങ്ങനെ വെക്കുമ്പോഴേക്കും അത് പേടിക്കേണ്ട ആവശ്യമില്ല. 1-2-3 ദിവസം ഒന്ന് കരി പിടിപ്പിച്ചാൽ മതി, അതവിടെ നിൽക്കും. അപ്പം ചിലർക്ക് ഇത് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് കൊണ്ട് അടുപ്പത്ത് വെക്കും. അപ്പം ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ കിനിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം കൂജയായാലും ജഗ്ഗായാലും കുറേ ചോർച്ചകൾ വരുന്ന കംപ്ലൈൻറ്റുകൾ, അത് മണ്ണിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ തിളപ്പിച്ച വെള്ളം അത് ഇതൊക്കെ ഒഴിക്കണേ. പണ്ട് കിണറ്റിലത്തെ വെള്ളത്തിലാകുമ്പോൾ കൊഴുപ്പ്, അപ്പം അത് കുറച്ച് ദിവസം ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് പിടിക്കും. ഇപ്പം അങ്ങനെ ഇല്ലല്ലോ, വെള്ളം തിളപ്പിച്ചിട്ടൊക്കെയാണല്ലോ. തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മണ്ണിൻ്റെ പാത്രത്തിൽ. 12 മണിക്കൂർ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വെച്ച് തിളപ്പിക്കണം. അത് തിളപ്പിക്കണം. ഫസ്റ്റ് നമ്മളൊരു പാത്രം വാങ്ങിച്ചാൽ ഞാൻ ഒന്ന് പുകയ്ക്കുക, പിന്നെ വെറുതെ ഇട്ട് പുകയ്ക്കുക. പിന്നെ പിറ്റേന്നോ വെള്ളം വെക്കുന്ന പാത്രത്തിന് ഒന്നും ചെയ്യണ്ട, അത് വെറുതെ ഒന്ന് കഴുകിയിട്ട് അത് വെറുതെ ഒന്ന് ഒഴിച്ചാൽ മതി. പക്ഷെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഒരു മണ്ണിന്റെ മണം 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. ഈ കറുത്ത ചട്ടീനല്ല, കറുത്ത ചട്ടിയുടെ കഥ പറഞ്ഞു, അത് പിന്നെ നമ്മൾ ആദ്യം മയക്കേണ്ടി വരുമോ? തിളപ്പിക്കണം. വെള്ളം തിളപ്പിക്കും. അത് തിളപ്പിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിളപ്പിക്കാൻ പറയും. ഞങ്ങളുടെ ആൾക്കാർ വെക്കണ കാര്യം ഇത്തിരി വെള്ളം തിളപ്പിച്ചാൽ പറയാൻ കാരണം അതിൽ ചിലപ്പോൾ ഈ കരിമയം ഉണ്ടാവും, കരിയുടെ അതും മണ്ണിന്റെ ഒരു ഇതൊക്കെ അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിലത്തെ മണ്ണിന്റെ ഒരു ഇത്തിരി ഇതുണ്ടെങ്കിൽ അതൊക്കെ പോവും. പിന്നെ അതല്ല, നേരിട്ട് നമ്മൾ ഈ തിളപ്പിക്കാണ്ട് കറി വെക്കുമ്പോ കറി ചാറ് മൊത്തം വറ്റിപ്പോവും, വലിക്കും. ഇപ്പൊ 3-4 ദിവസം നമ്മൾ അതിൽ ഇത്തിരി ചൂടുവെള്ളം ഇട്ട് അല്ല അരിക്കാടിയോ കഞ്ഞിവെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കറി വെക്കുമ്പോ അധികം വറ്റിപ്പോവില്ല. ആ മണ്ണിന്റെ ഒരു മയം കിട്ടും കഞ്ഞിവെള്ളമൊക്കെ വെച്ച് തിളപ്പിക്കുമ്പോ നല്ലൊരു. പിന്നെ മിക്കതും നമ്മൾ അതിൽ സബോള വഴറ്റ, ഉള്ളി വഴറ്റ, പപ്പടം കാച്ചൊക്കെ ചെയ്യാം. അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അധികം എണ്ണ ഇല്ലാണ്ട് ഉപയോഗിക്കും. നേരത്തെ അപ്പത്തിന്റെ കഥ, മീൻചട്ടി ആയാലും ഇറച്ചി വെക്കണതായാലും സാമ്പാർ വെക്കണതായാലും അധികം എണ്ണ വേണ്ട കൂട്ടാൻ കാച്ചാനൊന്നും. അല്ല, അപ്പച്ചട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിൽ വെളിച്ചെണ്ണ തുടക്കണ്ടേ? കുറച്ച് ദിവസം വേണ്ടി വരും. പിന്നെ അല്ലാണ്ട് ഇപ്പം ആ എണ്ണ അവർ കുടിച്ച് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അത് ഇങ്ങോട്ട് പൊന്തി വരും. അടുപ്പത്ത് വെക്കുമ്പോൾ അറിയാം നമുക്ക് ഒരു തിളക്കം എണ്ണമയം അങ്ങനെ വരും. ഞാനിപ്പോൾ മീൻചട്ടൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ എണ്ണ വരും. അപ്പം എൻ്റെ മോള് പറയും ഇതേ വെള്ളം വറ്റിയിട്ടില്ല അമ്മ എന്ന് പറയും. അപ്പം അത് വെള്ളമല്ല, വെള്ളം വറ്റി കഴിഞ്ഞിട്ടാണ് എണ്ണ വരിക. വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റും, അത് കഴിഞ്ഞിട്ടാവും. ഞാൻ പൊന്നെ അത് എണ്ണയല്ല, ഇത് വെള്ളമല്ല, എണ്ണ പ്രത്യേകതയാണ്. അപ്പം അതിൽ നമുക്ക് അടി ഉണ്ടാക്കാം. ഞാൻ ഇപ്പം നമുക്ക് കറി വെക്കണ ചീനച്ചട്ടിയില്ലേ, ആ മണ്ണിൻ്റെ ചീനച്ചട്ടി ആകുമ്പോൾ നമുക്ക് അതിൽ അടിയോ അപ്പൊക്കെ ഉണ്ടാക്കാം. നമ്മൾ കറി വെക്കുമ്പോൾ അതിൽ എണ്ണ അങ്ങനെ വലിച്ച് വരുമല്ലോ, നാളികേരം വരക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എണ്ണ അതിൽ പിടിച്ച് നിൽക്കും. അപ്പോൾ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൽ പത്തിരിയോ ചപ്പാത്തിയോ ഒക്കെ എണ്ണയില്ലാണ്ട് ഉണ്ടാക്കാം. എനിക്കില്ല. എന്തിനാ പറയണ, നമ്മുടെ കുണ്ടിന് സുഖേട്ടൻ ഉണ്ടായില്ലേ, സുഖേട്ടൻ പഴയ കാലത്ത് എൻ്റെ അപ്പനാന്ന് പണിത് കൊടുന്ന് കൊടുക്കുക. ഇവിടെ ഒരു കൊല്ലത്തേക്കുള്ള സാധനം ആള് മേടിച്ചു വെക്കും. കാരണം ആള് മണ്ണിന്റെ ഇതിൽ മാത്രമേ വെക്കുള്ളൂ. ഈ സുഖേട്ടെ അങ്ങനെയായിരുന്നു ആള്. പിള്ളേർക്ക് ഇപ്പൊ ഞങ്ങക്ക് ട്രെയിനിങ്ങിൽ സാറ് പറഞ്ഞത് ഈ ഓട്ടിസം പോലുള്ള അസുഖങ്ങളൊക്കെ അലുമിനിയം പാത്രത്തിൽ വെക്കുമ്പോൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ സാറ് പറയും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പരസ്യം ചെയ്തോളും, നിങ്ങൾ ഫ്ലാക്സ് ഒക്കെ വെക്കുക, നിങ്ങൾ പണിയണ കാര്യങ്ങളൊക്കെ ഒന്ന്. പിന്നെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സപ്പോർട്ടും കൂടി നമുക്ക് വേണം ശരിക്കും. അവരൊരു കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് അതോടുകൂടി. രാത്രിയില് മണ്ണിന്റെ പാത്രത്തിൽ ഉള്ളിയും മുളകും മോരൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച പിറ്റേന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുടി നരയ്ക്കണതും അതൊക്കെ ഒരു പരിധി വരെ നല്ലതാന്ന് ഡോക്ടർമാർ തന്നെ നമ്മുടെ അടുത്തുനിന്ന് ഡോക്ടർമാർ വാങ്ങുന്നുണ്ട്. അപ്പൊ അവരെന്നെ പറയും, അവര് പറയും നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വെച്ച് പരസ്യം ചെയ്തൂടെ എന്ന് പറയും. അത്രയ്ക്ക് ആയിട്ടില്ല ഇത് ഇപ്പോഴും. പിന്നെ അവരൊരു പിന്താങ്ങുണ്ടെങ്കിൽ നമുക്ക് പറ്റും. പിന്നെ തന്നല്ല നമ്മുടെ ഇതിലിപ്പോ ഒരു മൺപാത്രത്തിന്റെ ഉദ്യോഗസ്ഥന്മാരായാലും മറ്റുള്ള ആൾക്കാരായാലും ഇപ്പൊ ഇതിലേക്ക് ആരും അങ്ങനെ കടന്നു വരുന്നില്ല. നമ്മളിപ്പോ ആരായാലും ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ആരും ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, എല്ലാം ഉണ്ടാവും.
അപ്പൊ അവര് വന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു ഇതില് കൊടുക്കുക, ഇതില് എന്തെങ്കിലും ഒരു സഹായങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റും കൂടും. അപ്പൊ പിള്ളേർക്കായാലും അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ അവർക്കൊരു ഞാൻ പറഞ്ഞു മണ്ണിന്റെ ഗുണങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കണം. ഇപ്പൊ ഈ മൺപാത്രത്തിന്റെ അല്ലെങ്കിൽ വ്യവസായ വകുപ്പിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാര് ഈ മേഖലയിൽ നിന്ന് ആവില്ല വരുന്നത്. അവര് ഡിഗ്രിയോ MA അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥനാണ്. ഇതറിയണമെങ്കിൽ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കണം. ഇപ്പൊ കാലങ്ങള് ഇങ്ങനെ ഈ മണ്ണ് ഉപയോഗിച്ചാലേ ഈ കാലം പണിയാൻ പറ്റൂ. ആർക്കറിയാനാ? നമ്മുടെ ആൾക്കാർക്കെല്ലാം അറിയും, ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ തന്നെ ഒരു ഉദ്യോഗസ്ഥനാകുമ്പോ ഇതൊക്കെ പഠിച്ച ഒരാളാകുമ്പോ ഞാൻ പറയാൻ ഇപ്പൊ ഞങ്ങളുടെ പണി അറിയണ ആൾക്കാർ കുറെ വിദ്യാഭ്യാസമുള്ള പിള്ളേരുണ്ട് ഈ മേഖലയ്ക്ക് വരണ്ട. ഈ കാജി ബോർഡിലേക്കൊക്കെ അവർക്ക് ഒരു പിള്ളേരെ രണ്ട് മൂന്ന് ആൾക്കാരെ ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം വരാത്തത് ഒരു റീസൺ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. അതൊരു പിള്ളേര് പിന്നെ പണി ഇതിപ്പോ എപ്പോഴും പണി അവര് കാണുമ്പോ അപ്പനമ്മ ഇതിൽ തന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ വരുമാനം കിട്ടുന്നില്ല എന്നുള്ളൊരു പിന്നെ എപ്പോഴും പണി. അങ്ങനെയുള്ള ചിന്തയില് ഇപ്പൊ കുറെ പിള്ളേർ പുറത്തേക്ക് ഇങ്ങനെ ഓരോ കാര്യത്തിന് പോവാ. ഇപ്പൊ ഒരു 2-3 വർഷം തൊട്ട് കുട്ടികൾക്ക് ഇപ്പൊ മീൻചട്ടിയുടെ സെയിലും ഇപ്പൊ നമ്മുടെ കരകൗശല വസ്തുക്കളുടെ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രൂപങ്ങളുടെ വർക്കൊക്കെ ഇപ്പൊ പുറമേ നിന്ന് വരുന്നുണ്ട്. ആലുവന്ന് കേച്ചേരിന്നൊക്കെ ആൾക്കാർ. ഇവിടെ നമ്മുടെ മണ്ണും ആ മണ്ണും ഭയങ്കര വ്യത്യാസമുണ്ട്. അതിങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചാൽ പൊട്ടും. നമ്മുടെ കാശ് കൊടുക്കായാലും നമ്മുടെ ഇപ്പം മണലൊക്കെ ചേർന്ന. അപ്പം ഇപ്പൊ പിള്ളേർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഇത് പണിത് നമുക്ക് പൈസ കിട്ടണ പരിപാടിയാണ്. ഇപ്പൊ ഇത്ര 100 മീൻചട്ടി തല്ലി ഇപ്പൊ ഒരു ചെക്കന് ഒരു 1500 രൂപയോളല്ലേ? 11 രൂപയുണ്ട് ഒരു മീൻചട്ടിക്ക്. വെറുതെ അടി ഇങ്ങനെ തല്ലി വെച്ചാ മതി. പണിയും വേണ്ട, ഒന്നും വേണ്ട. അടി തട്ടി വെച്ച് കഴിഞ്ഞാൽ 11 രൂപ ഒരു മീൻചട്ടി. പണിയുന്ന ആൾക്കാർക്ക് 10 രൂപയുണ്ട്. അപ്പം എങ്ങനെ പോയാലും 100-150 എണ്ണം ഒരു ദിവസം ചെയ്യാം. ഇങ്ങനെ ഒരു ഐഡിയ ഇപ്പോൾ ഒരു 2-3 വർഷം തൊട്ട് പിള്ളേർ അപ്പം പിന്നെ കുറച്ച് പിള്ളേർ ഒരു 4-5 പിള്ളേർ ഇപ്പോൾ ഇതിൻ്റെ KVSCയുടെ ട്രെയിനിങ്. അത് നമ്മുടെ ഒരു സാറുണ്ട് ഹാൻഡിക്രാഫ്റ്റിൻ്റെ DCHലത്തെ ആ സാറ് AD സാറ് ആളാണ്. ആൾക്കൊരു താല്പര്യമുണ്ട്. ആള് ചെങ്ങാലൂരുള്ളതാ. അപ്പൊ നമ്മുടെ ആൾക്കാരായിട്ടൊരു സംഭവം. അപ്പൊ ഇന്ന് വരെ ആള് വിളിച്ചിരുന്നു. ഞാൻ കാർഡിന്റെ കാര്യത്തിനൊക്കെ വിളിക്കാം. അപ്പൊ ആളായിട്ട് കുറച്ച് എൻ്റെ മോനെയും വേറെ 2-3 പിള്ളേരൊക്കെ ഇങ്ങനെ KVSCയിൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കും. ആൾക്കറിയാം. അങ്ങനെ ആള് ഞങ്ങളോടൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മീറ്റിങ്ങിനൊക്കെ വരും. ആളായിട്ട് 20 പേർക്ക് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത്. അപ്പം ആള് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ മക്കളെ ഇനി ഇങ്ങനെ വിടരുത്. ഒരു സർട്ടിഫിക്കറ്റ് ഒരു തൊഴിൽ സാധ്യത ഉണ്ടെന്ന് തോന്നുമ്പോ കുട്ടികൾക്ക് ഒരു പുറമെ പോയി പഠിക്കണ്ടായിട്ടുണ്ടോ? കർണാടകയില് KVSCയുടെ അല്ല നമ്മുടെ കേരളത്തില് അതിനുള്ള കോഴ്സുകളൊന്നും ഇല്ല. അതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല. പിന്നെ ഉള്ളത് സെറാമിക്കിന്റെ അതൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കണ്ടേ. സെറാമിക്, അതായത് ഈ സെറാമിക് പറയുമ്പോ നിങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ഒരുപാട് മണ്ണിന്റെ വ്യത്യാസം വരും. പോട്ടുകളുടെ വർക്കൊക്കെ നമ്മുടെ മണ്ണിൽ നമ്മൾ ചെയ്യുന്ന പോട്ട് തന്നെ. അവിടെയും ആ പോട്ട് അത് എന്ത് വേണമെങ്കിലും പണിയാലോ. നമ്മുടെ ഒരു കയ്യിലൊരു വർക്ക് ഉണ്ടെങ്കിൽ സ്കില്ലുണ്ടെങ്കിൽ ഏത് മണ്ണിലും എന്ത് രൂപം വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം. അതിന്റെ പ്രോസസ്സിങ്, അതായത് ചുട്ടെടുക്കുന്ന രീതി എല്ലാം വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ മണ്ണ് ഇപ്പോഴും പഴയ സിസ്റ്റത്തിലാണ് ചൂള വെക്കുന്നത്. കാരണം നമുക്ക് അതിന്റെ ഡിഗ്രി സെൽഷ്യസ് ഒന്നും അളക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ സെറാമിക്കിൽ ഇപ്പൊ മോൻ പോണത് അവിടെ 20 ലക്ഷം രൂപ ഒരു ചൂള. അല്ല അവിടെ പക്ഷെ ഇത് ഉരുക്കണത് വ്യത്യാസം ഉണ്ടല്ലോ. അതെ, ചൂള വെക്കണത് കറണ്ടിലാണ്. അല്ല നമ്മുടെ കളിമണ്ണും സിറാമിക്കും വ്യത്യാസം. അത് ഉരുകണല്ലോ, ഉരുക്കി ചേരണല്ലോ. അത് പിന്നെ അത് ചൂട് നമ്മുടെ ഇതിൽ വെക്കാൻ പറ്റും. അപ്പൊ അവിടെ അത് ഒരു 5-6 പീസോ വെക്കാൻ പറ്റൂ ഒരു ചൂള സെറാമിക്കില്. അത് അവര് ഗ്ലേസിങ് അത് ഇതൊക്കെ കൊടുത്തിട്ടാണ്. ഇവിടെ അങ്ങനെയല്ല. നമ്മളൊരു 10-20-30,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ ചൂളയിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് പുകയ്ക്ക്
പുകയ്ക്ക് ഒരു ദിവസം മുഴുവൻ പുകച്ച് പിന്നെ അതിൻ്റെ ഹോളുകളുണ്ട് ചൂട്. അപ്പം അതിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കൈയിട്ട് നോക്കും പാത്രത്തിൽ ചൂട് എങ്ങനെയാണ്. അത് നല്ല ചൂടായാലേ തൊടാൻ പറ്റാത്ത അവസ്ഥ ആവുമ്പോൾ തൊടാൻ പറ്റില്ല ചൂട്. നമ്മളിങ്ങനെ കൈ വെക്കും നമ്മുടെ സെൽഷ്യസ് നോക്കല്ലേ, അതാണ് നമ്മുടെ സെൽഷ്യസ് നോക്കല്. അതെ നമ്മുടെ മേത്ത് അതെ, വേറെ മെഷീൻസും ഒന്നുമില്ല. ഇതേ കാലം ചോള വെക്കുമ്പോ അത് ഞങ്ങള് തീയിട്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കും കൈ ഇങ്ങോട്ട് തന്നെ എടുക്കും. അപ്പൊ നമ്മള് അടിയില് ഡിഗ്രി ശരിയായി. അപ്പൊ നമ്മള് ഫയറിങ് തുടങ്ങും. ഒരു ചില ചൂളയുടെ അനുസരിച്ച് ചിലപ്പോ 4 മണിക്കൂർ 5 മണിക്കൂർ അങ്ങനെ. 2.5 മണിക്കൂർ പിന്നെ അന്ന് രാത്രി നമ്മൾ പിന്നെ ഒന്നും ചെയ്യില്ല. കാലത്ത് ഇതൊക്കെ ആക്കി ആ ചൂടൊന്ന് ഇതായി കഴിഞ്ഞിട്ടാണ് ചിലപ്പോ നല്ല ചൂടുള്ള പ്രോഡക്റ്റ് എടുക്കാൻ. അല്ല ചൂള പൊളിക്കുന്നത് അപ്പൊ അങ്ങനെ എങ്ങനെ പൊളിക്കും? പിറ്റേന്ന് ചിലപ്പോ അത് പിറ്റേന്നിക്കൊന്നും ആറില്ല. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ നമ്മൾ തുണിയൊക്കെ വെച്ചിട്ട് പൊളിച്ചെടുക്കും. അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നിൽക്കുന്നതാണ് എന്തായാലും ചൂട് നന്നായിട്ട് ആറി വരുള്ളൂ. അപ്പൊ നമ്മൾ പരമാവധി എടുക്കുക ചെയ്യുക. കാരണം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പൊ നമ്മൾ ഇപ്പോഴും ആ പഴയ സിസ്റ്റത്തിൽ തന്നെയാണ് പരമ്പരാഗതമായിട്ടുള്ള അത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ആക്സിലേറ്റർ വീലുകളുണ്ട്, നമുക്ക് ചവിട്ടിയിട്ട് അപ്പൊ എണ്ണം കൂടുതൽ വരുന്നുണ്ട്, പണിഭാരം കുറയല്ല ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരാള് ഹെൽപ്പറിന് നിർത്തും. ആ മുന്നേ അങ്ങനെയല്ലല്ലോ, വടിയിട്ട് ചക്രത്തിൽ പണിയുമ്പോ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഒരു കലം ഉണ്ടാക്കിയെടുക്കുന്നതിന് മൊത്തം കംപ്ലീറ്റ് ആവണതിന് എത്ര ദിവസം എടുക്കും? അത് ഓരോ കാലത്തിന്റെ പ്രത്യേകത അനുസരിച്ച്. ഇപ്പൊ ഒരു മീൻ ചട്ടിയാകുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ വേണമെങ്കിൽ 100 എണ്ണോ 150 എണ്ണോ ഇന്ന് പണിയാം. നാളെ അത് വെയിലുണ്ടെങ്കിൽ ഒരു നാളെ വെയിലത്തൊക്കെ ഒന്നൊക്കെ ഒതുക്കി മറ്റന്നാളേക്കൊക്കെ ആകുമ്പോ നമുക്കത് തല്ലി. അത് നല്ല പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്കാണ്. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. 150 അതൊന്നും പറ്റില്ല. കൂടിയത് ഒരു 10 അങ്ങനെയൊക്കെ പണിയുള്ളൂ. ഇപ്പത്തെ ഞാൻ ഈ മെഷീന്റെ കാര്യം പറഞ്ഞേ. ഈ മെഷീൻ പാപ്പനെന്ന് പറഞ്ഞ പരമ്പരാഗത രീതിയിലുള്ള മെഷീൻ ഇപ്പോഴും ഉപയോഗിക്കുന്നു. അപ്പൊ ആൾക്ക് അത്ര സ്പീഡില്ലേ പണി. ആള് മറ്റേ വടിയുടെ പിന്നെ ഇപ്പൊ KVICയുടെ ഒരു ചക്രം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇതില് കിട്ടിയ ചക്രം എന്ന് പറഞ്ഞാൽ നമ്മള് വടിയിട്ട് തിരിക്കണ പോലെ തന്നെ അധികം സ്പീഡിലും പോവില്ല. പിന്നെ ചവിട്ടുണ്ടായിരുന്നു, റെഗുലേറ്റർ ഉണ്ട്. അപ്പൊ സ്പീഡ് കൂട്ടും ചെയ്യാം കുറയ്ക്കും ചെയ്യാം. അപ്പൊ അതിപ്പോ പാപ്പന് ഉപയോഗിക്കുന്നുണ്ട്. ആ പാപ്പന് മറ്റേ ആക്സിലേറ്റർ വീല് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഇപ്പൊ മണ്ണ് ചിലപ്പോ പിടിക്കും തെറിച്ചു പോകും. അത് ഇത്തിരി കൂടെ പഴയ കാലത്ത് പഴയ വീലുമ്പോ പഠിച്ച ആൾക്കാരാണ്. നമുക്കത് പാരമ്പര്യമായിട്ട് തൊഴിലും കൂടിയാണ്. ഇപ്പൊ ചില കമ്പനികൾ ചെയ്യുന്നത് ബിസിനസ്സാണ്. അവർക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് വിറ്റ് പോയാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞു മീൻ ചേട്ടി അവർക്ക് ഇത് ആൾക്കാര് ഇതെങ്ങനെയാണ് മയക്ക അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടെന്ന് ചോദിക്കുമ്പോ ശരിക്കും അവർക്ക് അറിയാണ്ടാവും. എന്നാലും പറയണം. ഇവരെന്ത് പറയാ, അത് അടുപ്പത്ത് വെക്കാം, അതത് ബിസിനസ് മൈൻഡാണ്. അവർക്കത് വിറ്റുപോയാൽ മതി. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് കൊടുക്കുമ്പോ അത് അവർക്ക് ഉപകാരപ്രദമാവണം. ഒരിക്കലും അത് പാരമ്പര്യം കൊണ്ട് നടക്കുന്ന തൊഴിലാണ്. അതെ. ഇപ്പൊ സാറുമാരായാലും വീട്ടിലേക്കൊക്കെ വരുമ്പോ ഞാൻ ഓരോത്തിന്റെ റേറ്റ് പറയുമ്പോ മിനി ഇങ്ങനെ കൊടുത്താൽ മുതലാവോന്ന് ചോദിക്കും. ഇല്ലേ? അപ്പോൾ ഓരോ പ്രോഡക്റ്റ് അപ്പം നമ്മൾ നോക്കുന്നത് എന്താണെന്നറിയാം, നമുക്കൊരു കപ്പിന് ഇത്ര ഒരു കപ്പിന് 100 രൂപ കിട്ടിയാൽ മതി. അപ്പം നമ്മൾ മണ്ണിൻ്റെ കാശ് നോക്കുന്നുണ്ട്, പണിയുടെ കാശ് ഇതൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 100 രൂപ മതി. 100 രൂപ സാറേ, നമുക്കൊരു തൃപ്തിയാണ് അത്. അപ്പം സാറ് പറയും ഇത്രയും പണി തൊട്ട് നിനക്ക് 100 രൂപ കിട്ടിയാൽ മുതലാവും. അപ്പം ഞാൻ പറഞ്ഞു അതാണ് സാറേ, നമുക്ക് പണിയുമ്പോൾ തോന്നണത് ഇത്രയും പണിയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ അധികം പൈസ വാങ്ങുന്നത് എങ്ങനെയാ? ബിസിനസ് മൈൻഡ് അപ്പൊ സാറ് അപ്പൊ ബിസിനസ് മൈൻഡ് ഇല്ല എന്ന് പറയും. അപ്പൊ നമുക്കത് മനസ്സിന് ദൈവം ഇത്രയും പണിതിട്ട് ഇത്രയും കാശ് പറയുമ്പോ മനസ്സിനൊരിത്. എൻ്റെ മോനായാലും ഇപ്പൊ നമ്മുടെ ആളൂരിലത്തെ ഒരു ഫാദർ വരാറുണ്ട്, ഭയങ്കര ഇഷ്ടം എൻ്റെ മോനെ. അവനന്ന് +2 പഠിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പഠിക്കും, പണിയും. അപ്പൊ ആ ഫാദർ വന്നിട്ട് പറയും ഇവൻ പണിയണ ചെടിച്ചേട്ട് മാത്രം എനിക്ക് മതി എന്ന് പറയും. ആള് എത്ര റേറ്റ് ആയാലും അല്ല അങ്ങനെ കേൾക്കുമ്പോ ആൾക്ക് അത് വീണ്ടും ചെയ്യാനായിട്ട് മനസ്സ് വരും. ഫാദർ ചോദിക്കും, ഉല്ലാസേ ഈ ചെടിച്ചേട്ടിക്ക് എത്രയാ? അപ്പൊ തല മാന്തിട്ട് അത് എങ്ങനെ പറയാ, അമ്മ പറയും. അപ്പൊ ഫാദർ പറയും അമ്മ പറയില്ല,
നീയല്ല പണിയണേ, നീ പണിയുടെ പറയും. ബുദ്ധിമുട്ട് എനിക്കറിയൂ, അവൻ എന്നെ മണ്ണ് കുഴച്ച് ഉണ്ടാക്കി ചെയ്യണതാ, ഞാനൊരു ഹെൽപ്പറായിട്ട് നിൽക്കണുള്ളൂ. അപ്പോൾ അമ്മ പറയണ്ട, നീ പറയുന്നു പറയും. അപ്പം അവനിങ്ങനെ ഒക്കെ കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു റേറ്റ് പറയും. അത് കുറവാടാ. ആ ഫാദർ പറയും, ഇങ്ങനെ നീ ബിസിനസ് ചെയ്താൽ ശരിയാകുമോന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, അപ്പോൾ ഫാദർ പറയും, എന്നോട് ചോദിക്കും, പുറമൊക്കെ എത്ര റേറ്റാണ് നിങ്ങൾക്ക് അറിയില്ലേ എന്ന്. അപ്പോൾ ഞാൻ ഇത്ര റേറ്റാണ് ഫാദർ എന്ന് പറയും. ആളാ പൈസ തന്നിട്ട് പറയും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ ഒരു കൊച്ചുണ്ട് മൺപാത്രങ്ങൾ പണി, ആ കുട്ടി നന്നായി വരട്ടെ, അങ്ങനെ ഒരു വിശ്വാസം. ഇപ്പോൾ അന്നൊരിടയ്ക്ക് വന്നിണ്ടായി ഫാദർ. അപ്പം മോനെ ഇങ്ങനെ സെറാമിക്കിൽ ജോലിക്ക്, അതെ ഒന്ന് ആ പണിയിൽ തന്നെ ഉയർച്ച കിട്ടണം അവന്. അങ്ങനെ നല്ലൊരു പ്രാർത്ഥനയോടൊക്കെ ആ ഫാദർ പറയുമ്പോൾ ഫാദർ പറയണത്, നിങ്ങൾക്കൊരു ബിസിനസ് മൈൻഡ് അല്ല, നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു തൊഴിലാണ്. അത് ആൾക്കാരെ കാശ് കൂടുതൽ വാങ്ങിച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം നമുക്കിപ്പോഴും അതേ മൈൻഡിൽ തന്നെ നമ്മൾ പോലെ ചെയ്യുന്നവരുണ്ടാവാം. അപ്പം ഞാൻ പണിയുണ്ട്, ഞാൻ ഇത് പണിയുന്നത് അത്ര കണ്ടീഷനുള്ള പണിയുള്ള. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കൂലിയോ മറ്റുള്ള ഇത് കണക്കൂട്ടിയിട്ടല്ല ചെയ്യണത്. നമ്മൾ പണിയണത് അത് അത്ര ക്വാളിറ്റിയിൽ ഞാൻ ഇത് ഒരു പ്രാവശ്യം തല്ലണ സാധനം ഞാൻ 2 പ്രാവശ്യം തല്ലും. ഒന്ന് വലിഞ്ഞിട്ട് രണ്ടാമത് ഒന്നും കൂടി മിനുക്കും, നമ്മുടെ ഒരു സംതൃപ്തിക്ക്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയല്ല, നമ്മുടെ പെണ്ണാണ് ഇത് കൊണ്ടുപോയി കച്ചവടം അപ്പൊ അവിടെ ഇതിപ്പോ കൊണ്ടുപോയി പല ആൾക്കാർ പല ഇതും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കച്ചവടം കിട്ടും ചെയ്യും. അങ്ങനെയുണ്ട്. എറണാകുളത്തോ ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ കാലങ്ങൾ ഇല്ലാണ്ടല്ല. ഇവിടെ ഇപ്പൊ പാപ്പം പണിയണത് പഴയ മോഡല് കാലങ്ങളാ. ഇപ്പത്തെ മോഡല് കാലങ്ങളുണ്ട്, ഒരു ഷേപ്പൊക്കെ മാറ്റം വരുത്തിയിട്ട്. പക്ഷെ പാപ്പന അങ്ങനെയല്ല, അധികം കളറൊന്നും മിനുക്കൊന്നുമില്ല, പഴയ പോലെ തന്നെ. പണ്ട് നമ്മളെങ്ങനെയാ അതേപോലത്തെ കാലങ്ങൾ. അത് കാരണം അവർക്ക് കുഴപ്പമില്ലാത്ത സെയിലുണ്ട്. ഈ മഴക്കാലത്ത് മൊത്തത്തിൽ നമുക്ക് ഇത്തിരി കുറവായാലും ഓണത്തിന്റെ സീസൺ ആയാലും ഓളം തമിഴന്മാരും ഈ ചെന്നൈ ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഈ ഇങ്ങനെ അകലക്കാരൊക്കെയാണ് മേടിച്ചോണ്ട് കലങ്ങള്. പിന്നെ അവർക്ക് അതിന്റെ ഗുണം അറിയാലോ. നമ്മുടെ പറഞ്ഞ കാശും തരും. അല്ല ഇപ്പൊ എന്നിട്ട് കുറച്ച് നാളത്തേക്ക് സ്റ്റീല് അലുമിനിയത്തിനൊക്കെ ആയിരുന്നു ഭയങ്കര മാറ്റം വന്നു തോന്നുന്നു. കൊറോണ ഇങ്ങോട്ട് വന്നപ്പോ ആൾക്കാർക്ക് പേടിയായതോ പറയുന്നുണ്ട്. ഞങ്ങളെ ഈ സ്റ്റീല് അലുമിനിയം ഇതൊക്കെ വന്നടിക്ക് ഞങ്ങള് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങള് ചെലവില്ലാണ്ടായപ്പോ ചെടിച്ചട്ടി പണി തുടങ്ങി. ചെടിച്ചട്ടി പണി തുടങ്ങിയിട്ട് മണ്ണുത്തിരി ഈ നെയ്ശ്രീകാർക്ക് കൊടുത്തു തുടങ്ങി. ലാസ്റ്റ് ഞങ്ങളെ വെച്ച ഒരു മുതലെടുക്കൽ 60 പൈസ 1.60 ഇത്രയുള്ള 7 ഇഞ്ച് ചട്ടിക്ക്. ഇപ്പൊ 30 രൂപ 50 രൂപ റേറ്റ് ഉണ്ട്. ഒരു 6 ഇഞ്ച് അന്ന് തരുന്നത് 3 രൂപയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവസാനം പെട്ടുപോവാണ്. അപ്പോഴും ഞാൻ പിന്നെ അന്ന് തൊട്ട് ചെടിച്ചട്ടി പണി നിർത്തി. എനിക്ക് വാശിയായി. ഞാൻ ആളുകളൊക്കെ മീറ്റിങ്ങിന് റോസൊക്കെ വെക്കാൻ മുന്നേ റോസും മാവും തൈയൊക്കെ വെക്കണം നമ്മുടെ ചെടിച്ചട്ടി. ഇപ്പൊ പ്ലാസ്റ്റിക് ഇപ്പോഴുള്ള ചട്ടി വേണം. ഇപ്പൊ 2-3 കൊല്ലം മുന്നേ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കൃഷി വകുപ്പായിട്ട് ബന്ധപ്പെട്ട് ചെടികൾ വെക്കാൻ ചെടിച്ചട്ടികൾ വാങ്ങണം എല്ലാ കൃഷിഭവനായിട്ടെന്നൊക്കെ. പക്ഷെ അത് സിമെന്റിലേക്ക് കയറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3-4 വർഷം മുന്നേ നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ഭാഗത്തൊക്കെ നമ്മുടെ ആൾക്കാർ കുറെ ചെടിച്ചട്ടി വിറ്റുപോയി. 10,000 5,000 ഒക്കെ നല്ല സെയിലായിരുന്നു 2 വർഷം മുന്നേ. കഴിഞ്ഞ കൊല്ലം ഇവര് ശരിക്ക് പണി പറ്റിച്ചു കൃഷി വകുപ്പ് തന്നെ. ഇവരെന്ത് ചെയ്ത് പ്ലാസ്റ്റിക്കും അല്ല എന്തോ ഒരു ഇത് ഈ ഫേസ്ബുക്കിലൊക്കെ അന്ന് കണ്ടു ഞാൻ. അലിഞ്ഞു പോണ സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാതി ചെടിച്ചട്ടികൾ ഇറക്കി. അതിൽ കഴിഞ്ഞ കൊല്ലം 3-4 ലക്ഷം ചെടിച്ചട്ടിയാണ് ഞങ്ങളുടെ ആൾക്കാരുടെ സ്റ്റോക്ക് ഉണ്ടായി. പെട്ടുപോയി ഞങ്ങള്. പിന്നെ മലപ്പുറം ഭാഗത്തുള്ളവരെന്ത് ചെയ്തു, ഈ ചെടിച്ചട്ടി ഇറക്കണ സമയത്ത് പോയി സമരം വെച്ചു. അവിടെ തൊടിച്ചില്ല അവര്, ഇത് ഇറക്കണ്ടെന്ന് പറഞ്ഞു കടക്കാരോട്. അപ്പം ഞങ്ങൾ എല്ലാ യൂണിറ്റിലേക്കും വിളിച്ചു പറയും, ഇങ്ങനെ ചെടിച്ചട്ടി ഇറക്കാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞ്. ഇപ്പം
പിന്നെ അവരിപ്പോൾ സെയിലായി തുടങ്ങി മണ്ണിൻ്റെ ചെടി. ഇത് അസുഖമാണെന്ന് അറിഞ്ഞിട്ടും അത് അവര് കൊടുക്കണത് ആൾക്കാർ പിന്നെ പൈസയുടെ ഇത് നോക്കുമല്ലോ. പൈസയുടെ ഇത് നോക്കണ്ട്. ഈ പ്ലാസ്റ്റിക്കിന്റെ തന്നെ കൊടുന്ന് നമ്മുടെ വീടിന്റെ ഉമ്മർത്ത് ഇത് വെച്ചിട്ട് അതിലത്തെ ആ കെമിക്കലിന്റെ ഒരു എന്തെങ്കിലും ഒരു ഇത് നമുക്ക് കിട്ടാണ്ടിരിക്കില്ലേ? അത് ഉറപ്പായിട്ട് ആ കെമിക്കലിന്റെ ഇത് കിട്ടും. നിങ്ങൾക്ക് വേറെ ഭാഷയുണ്ട്, തെലുങ്ക്. ഇപ്പൊ മലയാളം തമിഴൊക്കെ എല്ലാം കൂടി കൂടിയതാണ്. മുന്നത്തെ തെലുങ്കും ഇപ്പത്തെ വ്യത്യാസം. ശരിക്കും എവിടെന്നാ? ആന്ധ്ര, ആദ്യാന്ധ്ര ആദ്യാന്ത്രാണ് ഞങ്ങളുടെ ആസ്ഥാനം. അവിടുന്ന് ഞങ്ങളുടെ കാരണന്മാര് മധുര രാജാവിന്റെ മക്കളെന്നാ പറയാ. അന്നത്തെ മൈസൂർ രാജാവിന്റെ മക്കളെന്ന് പറയും. അപ്പനൊക്കെ അമ്മ. എന്റെ അപ്പനൊക്കെ മൈസൂർ രാജാവ് സമ്മാനം കൊടുത്തിട്ടുണ്ട്. എന്റെ അപ്പൻ കർണാടകയില് കൊറേ കൊല്ലം നിന്നതാ. ഞാനൊക്കെ ജനിച്ചത് അവിടെയാ. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നോക്കുമ്പോ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം ആയിരിക്കില്ല. കാരണം ഇപ്പൊ നമ്മൾ ആചരിക്കുന്ന കുടുംബക്ഷേത്രങ്ങള് 3, 4 ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ അവിടുന്ന് വരുന്ന കാലത്ത്, ഇപ്പൊ ആദ്യാന്ത്രന്ന് വരുന്ന കാലത്ത് പറയുന്നത് നമ്മൾ 7 ജാതി ഉണ്ടായിരുന്നു. 7 ജാതി. ഇതിൽ ഉപജാതികളുണ്ട്. അപ്പൊ ഒരു ജാതിന്ന് ഇപ്പൊ സേലവനാന്ന് പറഞ്ഞ ഒരു ജാതി, അങ്ങനെ ഒരു വേറെ ഒരു സേലവനം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ 2 കൂട്ടരും കൂടി കല്യാണം കഴിക്കില്ല. അങ്ങനെയുണ്ട്. ഉപജാതികൾ 7 ജാതിയിൽ ഇപ്പൊ 2 ജാതി ഇല്ലാണ്ടായി. അതിപ്പോ പാപ്പന്റെ കാലത്ത് തന്നെ ഇല്ലാണ്ടായി. പിന്നെ നമ്മൾ 5 ഇപ്പൊ 5 ആണുള്ളത്. ഇപ്പൊ 5 ജാതി നമ്മുടെ എല്ലാ എന്താ പറയാ കല്യാണത്തിന് മരിച്ചു കഴിഞ്ഞ അമ്പലത്തിന്റെ കാര്യങ്ങൾക്ക് ഇവര് 5 ജാതി തലയില് ഇതൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരുത്തും. അങ്ങനെ അവര് ഇപ്പോഴും അവര് വേണം. നമുക്ക് ഒരു അടിയന്തരത്തിനായാലും കല്യാണത്തിന്റെ തലേ ദിവസം ചെക്കന്റെ വീട്ടിൽ നമ്മൾ ചെക്കന്റെ ഡ്രസ്സും പെണ്ണിന്റെ ഡ്രസ്സും താലിയും ഒക്കെ വെച്ചിട്ട് ഒരു പൂജ നടത്തും. വ്യത്യാസമുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇത് കുടുംബക്ഷേത്രത്തിലാണ് അല്ല, വീടുകളിലാണ് കല്യാണത്തിന്റെ തലേന്ന്. ഇപ്പൊ എല്ലാ ഈ ആൾക്കാരും വരുമോ? 5 ജാതിയും വരണം. 5 ജാതിയും വരണം. മുന്നേ 7 ദിവസമായിരുന്നു കല്യാണം. ഇപ്പൊ എന്റെ അമ്മയുടെ അച്ഛന്റെ ഒക്കെ കല്യാണം പഴയ രീതിയിൽ ആടിനൊക്കെ വിട്ടു മുന്നത്തെ കല്യാണം. ഇപ്പൊ നമ്മുടെ കേരളീയരുടെ രീതിയിലാണ്. പക്ഷെ തലേ ദിവസത്തെ പൂജ ഇപ്പോഴും പഴയ രീതിയിൽ. 5 കൂട്ടരും വരും. 5 കൂട്ടരും വരും. 5 ജാതിയും വേണം നമുക്ക് ആ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ. 5 ജാതിയും വേണം. അത് മരിച്ചു കഴിഞ്ഞാലും ജാതി ഒന്ന് തന്നെ, പക്ഷെ ജാതി ഒന്ന് തന്നെ. പക്ഷെ ഈ അവിടെ ക്ഷേത്രങ്ങളുണ്ടല്ലോ, ആ 5 കുലങ്ങളുടെ 5 തറവാട്ട് ഇല്ല. അതിലിപ്പോ 4 തറവാടുകളുടെ തറവാട്ടുകാരെന്നാണ് പറയുക. 4 തറവാട്ടുകാരും ഓരോ തറവാടിനും ഓരോ അമ്പലം. അല്ല, അമ്പലങ്ങളും അങ്ങനെ. അതായത് ഇപ്പൊ ഈ ഉപജാതികളില് ഓരോ വിഷ്ണു മാരിയമ്മനുണ്ട്. അങ്ങനെ വിഷ്ണുവിന്റെ മാരിയമ്മനാണ് വിഷ്ണുവിന്റെ ഇതില് ആചരിക്കുന്നവരുണ്ട്. ശിവ പറഞ്ഞ മഹാവിഷ്ണു രൂപത്തിൽ വന്നിട്ട് ശിവനെ ആദരിക്കുന്നുണ്ട്. ഇപ്പൊ ഹരിയും ശിവൻ എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മള് വൃത്തം വെക്കുന്നതല്ല. രണ്ടും ഒന്നാണ്. പീഠൻ 2 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വിഷ്ണു അങ്ങനെ വിഷ്ണുവിനെ മാത്രം പൂജിക്കുന്നവരുണ്ട്. അതിൽ തന്നെ അവതാരത്തില് പൂജിക്കുന്നവരുണ്ട്. ശിവന്റെ അവതാരത്തില് പൂജിക്കുന്നവരുണ്ട്. അങ്ങനെ തന്നെ 4 ജാതികള്. 4 തറവാട്ടുകാര്. ഈ 4 തറവാട്ടുകാരില് ചില ഒരു 7 പ്രതിഷ്ഠ വെച്ച് ഒരു അമ്പലത്തിൽ 7. ഇപ്പൊ ഇവിടെ നമ്മള് കടന്നു ഞങ്ങളുടെ അമ്പലത്തില് 9 പ്രതിഷ്ഠ. ഒരു അമ്പലത്തിന്റെ മാഞ്ചേരി. അതിന്റെ അപ്പുറത്ത് ഞങ്ങളുടെ വെങ്ങലശ്ശേരി. അവർക്ക് മാഞ്ചേരിക്കാർക്ക് ഒരു അധികാരം കൂടിയുണ്ട്. അവര് താലി എടുത്ത് കൊടുക്കണം ഏത് കല്യാണത്തിന്. ഞങ്ങക്ക് അതൊരു വരം ആണ് അവർക്ക്. ആ മാഞ്ചേരിക്കാരെന്ന് പറഞ്ഞ പട്ടക്കാരെന്നാ പറയാ. പട്ടക്കാര്. ഈ പട്ടക്കാരെന്ന് പറയണ അവർക്കാണ് ഈ കല്യാണത്തിന്റെ അന്ന് ചെക്കൻ്റെ അതിൽ താലി എടുത്ത് കൊടുക്കാനുള്ള അവകാശം. ആളാണ് കൊടുക്കേണ്ടത്. അതിപ്പോഴും അങ്ങനെയാണ്. ഞങ്ങളുടെ ഇപ്പൊ എൻ്റെ മോളുടെ കല്യാണത്തിനായാലും അവരുടേതായ ഒരാളെ വിളിച്ചിട്ട് നമ്മൾ അത് കർമ്മം ചെയ്യിക്കും. അടുത്ത വീട്ടുകാര് ഇപ്പൊ പട്ടക്കാരെന്ന് പറഞ്ഞില്ലേ, സേലവന, പട്ടക്കാര്, ജോഗം, സൗതിരി, പുലിന്തലം. ഈ പുലിന്തലം എന്ന് പറഞ്ഞ ആൾക്കാരും കറക്റ്റായിട്ട് വേണം.
അവർ വേണം നമ്മുടെ എന്തൊരു കർമ്മത്തിന്, മരിച്ചു കഴിഞ്ഞ കർമ്മങ്ങൾ ചെയ്യുന്നു. അല്ല ഇവര് വീട്ടും പേര് വേറെയാണോ? വീട്ടും തറവാട്ട് ഇപ്പൊ പട്ടകാരെന്ന് പറഞ്ഞ ഇവിടെ മാഞ്ചേരി കൊളാര നടത്തറാകുമ്പോ കോളങ്ങാട്ടില്ല. എൻ്റെ ചേട്ടൻ്റെ ഒരു ഈ ജാതിയാണ്. അപ്പൊ അങ്ങനെ പല സ്ഥലത്ത് ഒരു കുലം പട്ടകാരെന്നാ പറയും. അതുപോലെ സാവിത്രി അല്ല ഇവിടെ ഇല്ലെങ്കിലും അവിടെ നിന്ന് വരണോ? അല്ല ഒക്കെ ഇവിടെ ഉണ്ട്. അല്ല നമ്മുടെ ഇവിടെ കൊടകര ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ എവിടെന്നെങ്കിലും കൊണ്ടുവരും. കർമ്മത്തിന് വേണം കൊണ്ടുവരും. ഈ പുലിന്താലെന്ന് പറഞ്ഞ ഒരാള് നമ്മുടെ ഇവിടെ ഇല്ലെങ്കിൽ നമ്മളെ അകലെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ ഈ പുലിന്താലെന്ന് പറഞ്ഞ ആളില്ലാണ്ട് ഞങ്ങള് ഇവിടുത്തെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് ആളെ ഇവിടെ കൊടു നിർത്തി നമ്മുടെ കുന്നിത്തരയ്ക്ക് കുട്ടിയായാലും അവരുടെ ജാതിന്ന് വേണം, ഒരു കൊച്ചു ചെക്കനായാലും മതി, വേണം അത് വേണം. ഇപ്പൊ മരിച്ചാലും വേണം, മരിച്ചാലും വേണം. അങ്ങനെ ഒരു കാര്യങ്ങൾ പണ്ട് തൊട്ടുള്ള കാര്യങ്ങൾ. കല്യാണത്തിന്റെ അന്നുള്ള കാര്യങ്ങളിൽ ഇത്തിരി വ്യത്യാസങ്ങളുള്ളൂ. പണ്ടെന്ന് പറഞ്ഞ ചെക്കനെയും പെണ്ണിനെയും തലേ ദിവസം കൊണ്ടുവരും പെണ്ണിനെ, പിന്നെ പിറ്റേന്ന് കൊറേ കാര്യങ്ങൾ രാത്രിയാണ് കല്യാണം. സീതാരാമന്റെ പട്ടാഭിഷേകം നടന്നില്ലേ, അതേമാതിരിയുള്ള കല്യാണമായിരുന്നു ഞങ്ങക്ക്. കരമ്പന ഓല കൊണ്ട് തലയൊക്കെ പാവൊക്കെ കിരീടമൊക്കെ ഉണ്ട്. എന്താണ് നമ്മുടെ മഹിമ എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ. ഇപ്പൊ കൊറേ ആൾക്കാര് പഴയ ഇതിലേക്ക് അല്ല അതൊന്ന് മറക്കാൻ പാടില്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ കാലങ്ങളുടെ ഒരു പ്രശ്നം വന്നില്ലേ, നമുക്ക് പണിയൊക്കെ ഇല്ല. അതിനു മുന്നേ തന്നെ ഇവരമ്പലവും വിശ്വാസങ്ങളും വിട്ടുപോയി. അതായിരിക്കാം ചിലപ്പോ നമ്മുടെ ഒരു കുലദൈവം എന്ന് പറയുമ്പോൾ ഇവര് ഞാൻ പറഞ്ഞ പോലെ ആദ്യാന്തര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവര് വന്നു. അന്നത്തെ യുദ്ധകാലത്ത് ചിലപ്പോ കുടിയേറി പാർത്തതോ. ഇപ്പൊ നമ്മുടെ കാരണന്മാര് പറയണത് ഓരോ മനക്കല ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ അതിരാത്ര പറഞ്ഞു. ഞങ്ങൾ അമ്പലത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ ആക്കിത്തിരി പറഞ്ഞത് നിങ്ങളുടെ ആൾക്കാരാണ് ബഹുമാനിക്കേണ്ടത്. കാരണം നിങ്ങൾ അന്നില്ലെങ്കിൽ ഒരു അമ്പലത്തിലും ഒരു പൂജയും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കാരണം എന്താണെന്നറിയാം, കുടുക്കിയും മുളമ്പാനിയും അങ്ങനെ കാലശത്തിനുള്ളത് എന്തും ഈ കൊശവന്റെ കയ്യിൽ നിന്ന് കിട്ടണം. അതിനൊരു ശക്തിയാണ്. അപ്പൊ ചേച്ചി, നിങ്ങൾ ഈ കലമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇതിന്റെ അസംസ്കൃത വസ്തുക്കളും എല്ലാം കഴിച്ചിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാറുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമുക്ക് കളിമണ്ണിന്റെ പാത്രങ്ങളുടെ ആവശ്യകത ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതായത് ഒരു മീൻചട്ടി, ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് മീൻ വെക്കുന്ന മീൻചട്ടിയാണ്. അപ്പൊ അതിൽ മീൻ കറി വെക്കുമ്പോൾ 4-5 ദിവസം വരെ കേട് കൂടാണ്ട് ഫ്രിഡ്ജിൽ വെക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു കണക്ക് കൂട്ടാൻ തുടങ്ങി. ഇപ്പം പഠിക്കുന്നുണ്ടല്ലോ, കുട്ടികളും പഠിക്കുന്നുണ്ട്. അത്യാവശ്യം പഠിച്ച ആൾക്കാരാകുമ്പോൾ നമുക്കറിയാം മണ്ണിൻ്റെ ഇത്ര പൈസ വരുന്നുണ്ട്, കറണ്ട് ചാർജ് ഇപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇപ്പം ഇത്ര എണ്ണത്തിന് ഇത്ര ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട്. അതിൻ്റെ കൂലി ആൾക്കാർ നിർത്തി പണിയിക്കാൻ അവരുടെ കൂലി, ചൂളയിൽ ഡാമേജ് വരുന്നത്, അടിഭാഗത്ത് ചിലപ്പോൾ ചൂടിത്തിരി കൂടിയാലോ കുറഞ്ഞാലോ നമുക്ക് ഡാമേജ് വരാം. അപ്പം അതൊക്കെ കിഴിച്ചിട്ട് നമുക്ക് കണക്ക് കൂട്ടി നോക്കുമ്പോൾ എന്തായാലും നമ്മുടെ പണിക്കാശും കിട്ടും. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ആ പണിയോട് ഒന്നും കൂടി താല്പര്യമുണ്ട്, ആൾക്കാർ വാങ്ങുന്നുണ്ട്. നല്ലതാണെന്നുള്ള രീതിയിലുള്ള ആൾക്കാർ എന്തായാലും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട്. പണ്ട് ഈ കണക്ക് കൂട്ടാൻ അറിയില്ല, കണക്ക് കൂട്ടാൻ അറിയില്ല. പിന്നെ പഴയ കാലത്തെ ചോളകളെ മാതിരി അല്ല പഴയത്. പഴയത് നമ്മുടെ ആരോ പറഞ്ഞോണം, ദൈവത്തിന്റെ ഒരു ശക്തി കൊണ്ട് വെന്ത് കിട്ടണം, അതുമാതിരി ഉള്ളതായിരുന്നു പഴയത്. ചോളകൾ അങ്ങനെയായിരുന്നു, അതൊരു ശക്തി കൊണ്ട് ഇങ്ങനെ വെന്ത് കിട്ടണ മാതിരിയാ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വെറുകുണ്ടെങ്കിൽ നല്ല ഉണങ്ങിയ വെറുകുണ്ടെങ്കിൽ പിന്നെ മണ്ണില് കുറെ ശ്രദ്ധകൾ നമ്മൾ നോക്കാറുണ്ട്. മണല് നോക്കണം, അതില് ചേർക്കേണ്ടത് ഒക്കെ കൃത്യമായിട്ട് മണല് ചേർക്കണല്ലോ. മണല് ചിലത് മണലില്ലാത്ത മണ്ണുണ്ടാവും, അതിൽ പണിതാ ഒറ്റെണ്ണം കിട്ടില്ല. അതിന്റെ മണ്ണും പാകത്തിനുള്ള കാര്യങ്ങളും. ഇപ്പൊ നമ്മളൊരു കരി വെക്കുന്നുണ്ട്, അതിന് ഉപ്പും മുളകും എല്ലാം കൃത്യത്തിനുണ്ടെങ്കിൽ അതേമാതിരി നോക്കണം. ഇതും അത്ര ശ്രദ്ധ കൊടുത്ത് ചെയ്യണം. പറഞ്ഞില്ലേ, ഇതിലൊരു
എന്താ പറയാ ഒരു കെമിക്കലോ അല്ലെങ്കിൽ വേറെ ഒരു ഒരു മായോ ഒന്നുമില്ല, ചെയ്യാൻ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ. പക്ഷെ ചിലത് ഉണ്ടാവാം, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അന്ന് ഞാൻ പറഞ്ഞ പാലക്കാട് ഇപ്പൊ മായം ചേർക്കണ്ടേ ഇതിലെന്നറിയാം. ഇപ്പൊ നമ്മുടെ തിരക്കാരപ്പല്ല പെയിന്റ് അടിക്കണ മാത്രം മായുള്ളൂ. അതെ, മണ്ണൊക്കെ ശരിക്കുള്ളതാ. മണ്ണ് നമ്മുടെ അതേ ആചാരത്തില് അത് കൊടകരയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തൃക്കാരപ്പം വെക്കുന്നത്. കൊടകരയാണ്. കൊടകര നല്ല ഫേമസാ തൃക്കാരപ്പൻ. അതിന്റെ രൂപത്തിലും നമ്മുടെ കൊടകര പണിയണ രൂപമല്ല വേറെ ഒരു സ്ഥലത്തും. അത് കറക്റ്റ് നമ്മുടെ തൃക്കാരപ്പന്റെ പോലെ തന്നെ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട ഒരു അങ്കമാലി സൈഡ് പോയ ശരിക്കും എന്താ പറയാ ഒരു വടി പോലെയാണ്. നീളം കൂടും, കനം കുറവ്. നമ്മളത് പറയുമ്പോ ആ രൂപത്തില് ഇപ്പൊ ഒരു തൃക്കാക്കരപ്പന്റെ രൂപം എങ്ങനെയാ പണ്ട് നമ്മുടെ ആൾക്കാര് മണ്ണൊക്കെ കോടന്ന് പാടത്തുനിന്നൊക്കെ കോടന്നിട്ടല്ലേ ചെയ്യാം. പക്ഷെ അതേ മോഡലിലാണ് നമ്മളിപ്പോ ചെയ്യണം. അതിന് വ്രതവും ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പച്ചമണ്ണ് മുന്നിൽ നമ്മള് വില പറയില്ല. പച്ചമണ്ണ് നമ്മളിപ്പോ ഒരു പച്ചമണ്ണിൽ ഒരു ഗണപതിനോ അല്ലെങ്കിൽ ഒരു ശിവലിംഗത്തിനോ ഉണ്ടാക്കി അവരത് ഒഴുക്കാൻ പൂജയ്ക്കൊക്കെ ആവാം. പക്ഷെ നമുക്ക് വില പറഞ്ഞ് പാടില്ല എന്നാ പറയാ. അപ്പൊ നമ്മൾ അവര് ദക്ഷിണായിട്ട് എന്താ തരാ, അത് മേടിക്കുക. പക്ഷെ തൃക്കാക്കരപ്പന് ഇപ്പൊ നമ്മള് അങ്ങനെയല്ലല്ലോ. അതിനൊരു സെറ്റ് ആകുമ്പോ ഇത്ര അങ്ങനെയുള്ള ഒരു രീതിയിൽ വന്നു. ശരിക്കും പണ്ട് ഇത്ര വില പറയില്ല. ഇത് ഉണ്ടാക്കി വെച്ചാ നിങ്ങളെ എന്താ വെച്ചാ തന്നോളൂ. ചിലവരിങ്ങനെ പച്ചമണ്ണ് ചെയ്തിട്ടേ പച്ചമണ്ണ് ശരിക്കും ഇപ്പോഴും അത് പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പാരമ്പര്യം. ഞങ്ങൾക്ക് പച്ചമണ്ണിന് വില പറയാൻ പാടില്ല, അതിന് ശക്തി ഉണ്ട്. ഇപ്പൊ പഴയ കാലത്ത് നമ്മൾ ഈ അസ്ഥി വർക്കലിനൊക്കെ പച്ചക്കലം കൊണ്ടുപോവാ. ഇപ്പൊ ആ സ്ഥലത്ത് വന്നതാ കൊണ്ടുപോവാ. അന്ന് പച്ചക്കലാണ് കൊണ്ടുപോവാ. ഞങ്ങള് പണിത് ഉണക്കി വെച്ചിട്ടുണ്ടാവും, ആ കലം കൊണ്ടുപോവാ. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ട് ഒഴിക്കുക കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അതിനു വേണ്ടിട്ട് അതിന് ഞങ്ങളിപ്പോ പഴയ കാലത്ത് ഞങ്ങൾ ചോദിച്ചു മേടിക്കില്ലേ, നിങ്ങളെന്താ ഇപ്പൊ കടയിൽ നിന്ന് മേടിച്ച് വന്ന് കൊണ്ടോണ്ട്. ശരിക്കും അങ്ങനെയല്ല ആചാരം. ശരിക്കും അന്ന് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലാണ് ആലോചിച്ചിരുന്നു. ഇതെന്ന് പറയുമ്പോ വേവിച്ചത് കുറച്ചു കാലം കൊണ്ട് അത് അലിഞ്ഞു പോവുള്ളൂ, മണ്ണിലൊക്കെ തന്നെ പോവും. പക്ഷെ പച്ചാകുമ്പോ പെട്ടെന്ന് അത് അലിഞ്ഞു പോകും. പ്രകൃതിക്കും ദോഷം ഉണ്ടാവാത്ത പെട്ടെന്ന് കാര്യങ്ങൾ. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു പ്രകൃതിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പണിയാണ് നമ്മുടെ പരമ്പരാഗത രീതി. ഇപ്പൊ ചിലരൊക്കെ നമ്മളോട് ദേഷ്യം കൊണ്ട് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ചില യൂണിറ്റുകളിലൊക്കെ നമ്മുടെ ആൾക്കാർ ഈ പണിയിൽ തന്നെ നല്ല സെറ്റപ്പിൽ എത്തിയവരുണ്ട്. ഇപ്പൊ കേച്ചേരി ആളൂര് ഭാഗത്തുള്ളവര്, ദേശമംഗലം ഭാഗത്ത് ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു ലോണ് ഒരു കക്കൂസിനോ ഒരു വീടിന് പോലും കിട്ടിയിട്ടില്ല. അവര് മീൻചട്ടിയിൽ തന്നെ അവര് നന്നായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ അവിടെ ഒക്കെ വാങ്ങുമ്പോൾ പുറമെ നിന്ന് ആൾക്കാർക്ക് ഇപ്പൊ കുശുമ്പോ എന്താണെന്നറിയാം, ഇവര് ചോള വെക്കുമ്പോ പുക വരുന്നുണ്ടെന്ന്. എന്തിന്റെ പുക? ഈ ചകിരിയും വിറകിന്റെയും. അതൊരു മാലിന്യാണോ? വെറുതെ ആൾക്കാര് മനുഷ്യന്മാരെ നല്ലൊരു ഇതിന് ജീവിക്കാൻ സമ്മതിക്കുന്നു. ഇതൊരു പുകല്ല, നമ്മളെ സാധാരണ ഒരു വെറുതെ കത്തണ ഇതോ ചകിരി. ഇപ്പൊ ഒരു കെമിക്കലല്ലോ. ഒരു മണിക്കൂർ അത് പുകയ്ക്കുമ്പോ കത്തിക്കുമ്പോ പുക വരുന്നില്ലല്ലോ, നന്നായിട്ടാണ് ഫയർ ചെയ്യുന്നത്. ഈ മഴക്കാലത്ത് ചിലപ്പോ ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ അറക്കപ്പൊടിയൊക്കെ ഇട്ട് പുകയ്ക്കും. അത് ഒരു സ്ഥലത്തേക്കും നല്ല പുക വരിക. അത് പല സ്ഥലത്ത് ഇങ്ങനെ പോവും. ആൾക്കാർ കുശുമ്പോണ്ട് പറയണതാ, അയ്യോ പുക ഭയങ്കര എന്തിട്ട് പുക, ഫാക്ടറിയിലത്തെ പുക വരെ ആൾക്കാർ വിടുന്നു. ഇത് നമ്മൾ ഈ വിറകും ചകിരിയും കത്തിക്കണ ഒരു പുക, ഒരു ശല്യം. അതും നമ്മളിപ്പോ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഇപ്പൊ നമ്മള് വീടിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പൊ ചൂളയെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, പരമാവധി അങ്ങോട്ട് ഇങ്ങോട്ട് പുക പോവാത്ത മുകളിലേക്ക് പോണ രീതിയിൽ ചുറ്റൊക്കെ മറിച്ച് എന്താ മറ്റുള്ളവർക്ക് ഒരാൾക്ക് ശല്യമാവാൻ പാടില്ല. അങ്ങനെ ചെയ്യും. ഇപ്പൊ അത്രയ്ക്കുള്ള വിഷയമല്ല, നല്ല ആൾക്കാർക്ക് തന്നെ അറിയാത്തതിന്റെ ആയിരിക്കും ഞാൻ പറയട്ടെ. എല്ലാവർക്കും പിന്നെ എല്ലാം കൂടി ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ, ഒരു തൊഴിൽ ചെയ്യാനും പറ്റില്ല. ഇപ്പൊ എനിക്കൊക്കെ ഇപ്പൊ ഒരു തൊഴിൽ ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് ഒരു 10 സെന്റ് സ്ഥലം മേടിച്ച് ചെയ്യാൻ പറ്റും. 10-60 ചെയ്യാൻ വയസ്സായ ആളാ ചെയ്യാൻ പറ്റുമോ? എന്നാ എനിക്ക് പണിയാണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് എന്തെങ്കിലും പണിയണം, വരെ പണിയണം. കാരണം നമ്മളൊരാളുടെ മുതൽ പണിയണം.
ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ എപ്പോഴും വ്യായാമം കിട്ടുന്ന ഒരു പണി, ഒരു കെമിക്കലോ അല്ലെങ്കിൽ ശ്വസിക്കുന്ന ഒരു പൊടിയോ മറ്റുള്ളതോ ഒരു രീതിയിലൊരു അലർജിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നമ്മുടെ വർക്കിന്. ഇതിൽ കൂടുതൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ തലവേദന വന്നു കഴിഞ്ഞാലേ ഈ ചെളി ഞങ്ങളാ പണിയുമ്പോ തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ആ ചെളി എടുത്ത് ഒറ്റ തേക്കും. അത് ഉണങ്ങി പിടിച്ച് വരുമ്പോഴേക്കും തലവേദന മാറി, തലവേദന മാറും. നല്ല മരുന്നാണ് കളിമണ്ണ്. ഹോസ്പിറ്റലിൽ അപ്പാപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പഴല്ലേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ കാലും കൈ അടിഞ്ഞ മുന്നേ കളിമണ്ണ് കൊണ്ടുപോത്രേ, ഈ ചെളി കൊണ്ടുപോകും. അത് തുണിയിൽ അങ്ങോട്ട് പരട്ടിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ 2 മുളയുടെ വടി വെച്ച് കെട്ടിട്ട് ഇവനെയാണ് ചിറ്റ. പഴയ കാലത്ത് പ്ലാസ്റ്റിക് നമ്മുടെ പട്ടിക്കും പൂച്ചക്കൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ ചെളി എടുത്ത് കോഴിക്കൊക്കെ കോഴിക്കാലൊക്കെ തുണിയുമ്പോ ചെളിയാക്കിയിട്ട് മണ്ണിന്റെ ഇതാക്കിയിട്ട് കെട്ടി വെക്കും. അല്ല മണ്ണിന്റെ ഇപ്പൊ ചികിത്സ ഉണ്ടല്ലോ അതിന്റെ മണ്ണ് പോയിട്ടുള്ള നല്ലതാ ഫേഷ്യൽ ചെയ്യാനൊക്കെ. നമ്മൾ കയ്യിലിപ്പോ കുറച്ചു നേരം മണ്ണ് പണിത് കഴിഞ്ഞാൽ അത് കഴുകി കഴിഞ്ഞാൽ അറിയാം അതിന്റെ ഗ്ലേസിനെസ്. നമ്മുടെ കൈയൊക്കെ ഇല്ലേ, എന്റെ കൈ ഇങ്ങനെ ഒന്നല്ല, എന്റെ കൈ താരങ്ങിന് പോകുമ്പോ ഇത് കംപ്ലീറ്റ് കറുത്തിരിക്കട്ടെ, തഴമ്പ് വന്നിട്ട്. ഇതിപ്പോ മണ്ണ് പണി തുടങ്ങിയപ്പോ ഒക്കെ പോയി കണ്ടില്ല കൈ എന്ത് ഭംഗിയാണെന്നാണ്. എന്റെ മോളെ ഇങ്ങനെ കഴുകാൻ പറ്റില്ല, വേനൽക്കാലായ കൈ അത്ര തഴമ്പാ. കുട്ടികൾക്ക് അതുപോലെ ഇത് മണ്ണ് നമുക്ക് ചെറുപ്പത്തിൽ കയ്യിൽ കൊടുക്കും, കുഴച്ച് അവർക്ക് അതോടൊക്കെ അവർക്ക് വിരലുകൾക്ക് ഒരു എക്സ്പെർട്ട് അതിന്റെ എക്സർസൈസ് ഇതൊക്കെ നല്ലതാ. കുഞ്ഞു കുട്ടി 2-3 വയസ്സ് തൊട്ട് തന്നെ അവർ ഈ മണ്ണിട്ടത് ഇങ്ങനെ കുഴക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക നമ്മൾ കയ്യിൽ കൊടുക്കും. അവരും നമ്മുടെ അടുത്തിരുന്ന് അപ്പൊ അവിടെ വേറെ എങ്ങോട്ടും പോവില്ലല്ലോ, അങ്ങനെ ഇരുന്നോളും. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു മേഖലയാണ്. അതെ. അപ്പൊ ഈ പുതിയ തലമുറയും ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാരും ഇല്ല, കുറച്ചൊക്കെ. കാരണം ഇപ്പൊ ഇതിൽ നമ്മുടെ ഒരു തൊഴിലിനെ അന്യം നിന്ന് പോവാണ്ട് കൊണ്ടുപോരണല്ലോ അല്ലെ. അപ്പൊ നമ്മളത് കുറെ പേര് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ സൊസൈറ്റി ആയാലും ഒന്ന് ശരിയാക്കി എടുക്കണം, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരു ട്രെയിനിങ്. ഇപ്പം പാപ്പനൊക്കെ ഉള്ള സമയത്തൊക്കെ എനിക്കൊരു ചോളയില്ല, ചോള പണിതിട്ട് ഞാൻ കുറച്ച് പിള്ളേരൊക്കെ പിടിച്ച് ഇത് തല്ലിക്കല് ഇതൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യിക്കണമെന്ന് എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്. ഇപ്പോഴത് പഠിച്ചാലേ കിട്ടുള്ളൂ. ചെറുപ്പത്തിലെ പിള്ളേർക്ക് ഒരു ഞായറാഴ്ച ഇരിക്കുക, നമ്മളൊരു ചെറുത് കൊച്ചു സാധനങ്ങൾ പണിത് കൊടുക്കുക, തലറന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടൊക്കെ ചെയ്തോളും. 2-3 വട്ടം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യണം. ഇപ്പൊ സ്കൂളിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു പദ്ധതി നമ്മുടെ സ്കൂളിലൊന്നും പ്രായോഗികമാക്കിയിട്ടില്ല. പാരമ്പര്യ തൊഴിലിനൊക്കെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്നൊരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സ്കൂളിലൊന്നും അങ്ങനെ ആയിട്ടൊന്നും. ഇനി തൊഴിലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും നമ്മുടെ പഴയ മെത്തേഡാണ് ചോളിയും കാര്യങ്ങൾ. ഇപ്പോഴും ഡാമേജ് വരാൻ സാധ്യത. അതിപ്പോ വിദേശത്തെ പോലെ ഗ്യാസിന്റെയോ അല്ലെങ്കിൽ കറണ്ടിന്റെയോ അതൊക്കെ നമുക്ക് അവൈലബിൾ ആക്കാൻ നമ്മളെ കൊണ്ട് സർക്കാരിന്റെ അല്ലെങ്കിൽ അതുപോലെ സർക്കാർ മുമ്പില് ഇറങ്ങി എന്തെങ്കിലും സഹായിക്കണം. മണ്ണ് ചവിട്ടുന്ന കാര്യം പറഞ്ഞില്ല. ഇപ്പൊ കുഴയ്ക്കുന്ന മെഷീനുണ്ട്, നമ്മൾ അരച്ച് കഴിഞ്ഞ് കുഴച്ച് വരുന്ന മെഷീനുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സാധാരണ ആൾക്കാർക്കൊക്കെ അതൊന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ ആശാ പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യവസായ വായ്പില് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് GST കൂടിയൊക്കെ വരുമ്പോ പകുതി കാശ് 50% സബ്സിഡി എന്നൊക്കെ പറയും. ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരും നമ്മുടെ എത്ര പണി പോവും. അപ്പൊ ഞങ്ങളുടെ ചേട്ടന്മാര് പറയണതേ അവർ കണക്ക് കൂട്ടിയിട്ട് കണക്ക് ഇതൊക്കെ കൊണ്ട് കൊടുത്ത് വരുമ്പോ 10-15 ദിവസത്തെ പണി പോയി. അപ്പൊ എത്ര 15,000 രൂപ പറയണതാണ് അവര്. അപ്പൊ അത്രയും നടക്കണം. അവര് ചിലപ്പോ നല്ല സീസൺ വർക്കിലാവും. അപ്പൊ രാത്രി ഇരുന്ന് പണിയണ ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറയണത് ഈ കുഴക്കണ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഡെയിലി 1000 രൂപ കൊടുക്കണം ചവിട്ടി കൂട്ടാൻ ഒരാൾക്ക്. 1000 രൂപ കൊടുക്കണം. നല്ല ബുദ്ധിമുട്ടുള്ള പണിയല്ലേ. ഒരു സ്ഥലത്ത് മെഷീൻ ഇടാനും പറ്റില്ലല്ലോ അല്ലേ.
ഇടാം. സ്ഥലമുള്ളവർക്ക് നമുക്കൊരു സ്ഥലത്ത് ബാക്കിയുള്ളവർക്ക് അവിടെ നിന്ന് കുറച്ചുകൊണ്ട് അതിനൊരു സംവിധാനമാണ് നമ്മുടെ സൊസൈറ്റിയിൽ. നമ്മുടെ കാരണന്മാരായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതിപ്പോൾ കെട്ടിടം കാര്യങ്ങൾ മെഷീനറി ഒന്നും സെറ്റായിട്ടില്ല. അതിൽ കുറേ പ്രശ്നങ്ങളായിട്ട് കിടക്കുക. അപ്പം നമ്മുടെ 10-90 വീടുകളുണ്ട് നമ്മുടെ കോളനിയിൽ. 40-50 സ്ത്രീകൾ തന്നെ ഉണ്ട്. പണി ഇങ്ങനെ വീട്, അതായത് നമ്മുടെ സംസ്കാരം തന്നെ ഇല്ലാതെ വല്ല ആൾക്കാരുടെ വീട്ടുപണിക്ക് പോയി കഴിയേണ്ട ഒരു അവസ്ഥ. അപ്പം നമുക്ക് അതിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ തൊഴിലേക്ക് വരണം. ഇപ്പം പിന്നോക്ക വികസന വകുപ്പിൽ ഞങ്ങൾ കുറേ ലെറ്റർ കൊടുത്തായിരുന്നു. അങ്ങനെ അവർ പിന്നോക്ക വികസന വകുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി, 1 കോടി പദ്ധതി, കുമ്പാരക്കോളിന് നവീകരണവും അടിസ്ഥാന സൗകര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ 1 കോടി. പക്ഷെ അതിൽ ഉദ്ഘാടനം. പക്ഷെ ആ 1 കോടിയിലധികം ഇവര് റോഡ് പണിയാണ് നടത്തിയത്. നമ്മുടെ പണി പകുതിയിൽ വെച്ചിട്ട് നിന്ന് പോണ അവസ്ഥ. ഒരു മെഷീൻ അത് ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. 2 വീല് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്. ചുമര് വെച്ചിട്ടില്ല, വാതിലില്ല. അങ്ങനെ ഒരു ഷെഡും ഒരു ചെറിയ ഓഫീസ് റൂമായിട്ട് ഒന്നും നടന്നിട്ടില്ല. അപ്പം ഇപ്പോഴും ഞങ്ങൾ അപേക്ഷകൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സാറിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വേറൊരു ഏജൻസിക്ക് കൈമാറി അവർ വന്നു, മീറ്റിങ്ങൊക്കെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് അതിൻ്റെ ചെയർമാനെ കണ്ടിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ വിചാരിച്ചേക്കണത് എന്തായാലും എന്തെങ്കിലും ശരിയാക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക്, പുതിയ കുട്ടികൾ മെമ്പർഷിപ്പ് അതിൽ കൊടുത്തിട്ട് ആ പൈസ എടുത്ത് ഞങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു നിശ്ചയമായിട്ട്. അതെ. അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ അങ്ങനെ സമുദായത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ആ സ്ഥാപനം അങ്ങനെ വിട്ട്, നമ്മൾ കാരണന്മാരുടെ സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ 10-90 വീടുകളുണ്ടല്ലോ. ഒരു വീട്ടിൽ നിന്ന് ഇത്രയും കുറച്ച് പൈസ വെച്ചെടുത്താലും നമുക്കത് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു രീതിയിലാണ് കാരണന്മാരുടെ കാലത്ത് അത് അന്ന് കുറേശ്ശെ അവര് പൈസ എടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് മേടിച്ചതാ. ഞങ്ങൾ വ്യവസായ വകുപ്പിൽ അന്വേഷിച്ചു ഇതിന്റെ ലൈസൻസും കാര്യങ്ങളും. അപ്പോൾ അതിൽ ട്രെയിനിങ് കം പ്രൊഡക്ഷൻ സെന്റർ എന്നാണ് നമ്മുടെ രജിസ്ട്രേഷൻ കിടക്കണേ. അപ്പൊ അതൊരു വലിയൊരു സ്ഥാപനമായ നമ്മുടെ മക്കൾക്ക് ഇപ്പൊ വേറെ യൂണിറ്റിൽ നിന്ന് വരുന്ന മക്കൾക്ക് അതിൽ ട്രെയിനിങ് കൊടുക്കും. ഇപ്പൊ ഞങ്ങളുടെ കാസ്റ്റിലല്ലാത്ത ആൾക്കാർ കുറെ പേര് ചോദിക്കുന്നുണ്ട്. എക്സിബിഷന് ഒക്കെ പോകുമ്പോ ഈ വർക്ക്ഷോപ്പൊക്കെ ചെയ്തു കൊടുക്കാൻ ഞാനും പാപ്പനൊക്കെ പോയിരുന്നു, ഇസാപ്പിന്റെ ഇതിനൊക്കെ. അപ്പൊ അവിടെ പിള്ളേര് വന്നിട്ട് നിങ്ങളിത് പഠിപ്പിച്ചു തരുമോ? ഞങ്ങളൊരു 5 ആള് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പം ഇതൊരു ട്രെയിനിങ് സെൻറ്ററും കൂടിയാണ്. അപ്പോൾ വ്യവസായ വകുപ്പും DICയും ഖാദി ബോർഡും കൂടിയിട്ട് അവരെന്തെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ രീതിയിലാണ് അന്ന് മീറ്റിംഗ് വെച്ചത്. പിന്നെ നമ്മൾ പോയി ഖാദി ബോർഡിൽ അന്വേഷിച്ചപ്പോൾ പിന്നോക്ക വികസന വകുപ്പാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പോൾ അവർ തന്നെ ഇതിന് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അവസ്ഥയല്ലേ. പിന്നെ നമ്മളെവിടെ പോയി മുട്ടാനാ? നമ്മളൊക്കെ പൊന്തിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഈ പറയണത്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു, അന്ന് ആ ചെയർമാൻ OBCയുടെ മാഡം വന്ന് എന്നോട് ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങൾ മോൾക്ക് വിചാരിച്ച ചെയ്യാൻ പറ്റില്ല, മോൾക്ക് ചെയ്യാം, നിങ്ങൾ ഈ സൗകര്യം ചെയ്തതായോ? ഈ 58,000 രൂപ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. ഞങ്ങൾ തോട്ടിട്ടും കൂടിയില്ലേ, അത് അവരാ സ്വിച്ച് ഇത് കൊടുത്ത് വെച്ചിട്ടുള്ളോ. 3 മാസം കൊണ്ട് മാസം ബില്ല് വരുമല്ലോ വ്യവസായത്തിന്. ഈ പക്കമില്ല് 25 ലക്ഷത്തിന്റെ പക്കമില്ലാണ്. ഇതുവരെ അത് വർക്ക് ചെയ്ത് കാണിച്ചിട്ടില്ല ഒരു വട്ടം പോലും. സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇനി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ലോഡ് കണക്കിന് പാടത്ത് 100 ലോഡ് മണ്ണ് വേണം ഡെയിലി വർക്ക്. ഡെയിലി വർക്ക് ഒരു ദിവസത്തേക്ക്. അതിനുള്ള പണിയുള്ള സ്ഥലം ഉണ്ട് അവിടെ. നമുക്കിപ്പോ ശരിക്കും ഇപ്പൊ പണിതാ കെട്ടാടില്ലേ, 4 ദിവസം ഒരു മനസ്സ് വെച്ച് പണിയാച്ചാ ഒരു 4 ദിവസം പണിതാ ഫുള്ളായി. ചെടിച്ചേട്ടെന്ന് അറിയാം അവിടെ ചെടിച്ചേട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്താ കാര്യം? വർക്ക് ചെയ്യുമ്പോഴേക്കാണ് ഇത്ര കാശ്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരടയ്ക്കും? അത് തന്നെ ഇപ്പൊ ആരും ഏറ്റെടുക്കണമില്ല. ഇപ്പൊ കുറച്ച് പേരൊക്കെ പണി അറിയുന്നവർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ കറണ്ടിന്റെ ബില്ല് കാണുമ്പോ അവരടക്കണ്ടേ? അപ്പൊ അവര് പറയണത് അയ്യോ ഇതൊന്നും നമ്മളെ കൊണ്ടാവില്ല. അപ്പൊ ഞങ്ങളത് KSEBിലേക്ക് ചെന്നു. അങ്ങനൊക്കെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ മേഖലയിൽ. ഞാനൊക്കെ അവിടെ പണി, എനിക്ക് വീട്ടില് ഈ സ്ഥലമില്ലാത്ത അടുത്ത് പണിയുടെ കാര്യമില്ലേ? നമ്മുടെ മക്കൾക്ക് നമ്മള് കൊറേ പിന്നെ ട്രെയിനിങ്ങിന് പുറമെ നാളും വരും. പിന്നെ
അതൊക്കെ പുറമേന്ന് വരും. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ തലമുറ പിള്ളേർക്ക് ഒരു ഇതായിക്കോട്ടെ, പണി അന്യം നിന്ന് പോകരുത്. അല്ല, ഈ തൊഴിലില് നിങ്ങൾ സംതൃപ്തരാണ്? സംതൃപ്തരാണ്. ഇതിനി മുന്നോട്ട് കൊണ്ടുപോകണം, കുട്ടികളിലേക്ക് വരണം. അവര് ഇതിന്റെ ഒരു സാങ്കേതിക മാറ്റങ്ങൾ വരുത്തണം. ഇത് മാത്രം ഇപ്പൊ കലവും ചട്ടിയും ഇതൊക്കെ നമുക്ക് എന്നും നിലനിൽക്കുന്നത്. ഇതല്ലാണ്ട് ഇതിലിപ്പോ മ്യൂറൽ പെയിന്റിങ് പോലത്തെ ഒക്കെ ഇല്ലേ, അതവര് അങ്ങനെയുള്ള കുറെ ട്രെയിനിങ്ങുകൾ നമുക്ക് ആവശ്യമാണ്. സാങ്കേതികമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ മക്കളിലൂടെയെങ്കിലും നമുക്ക് സാധിച്ചെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതാണ് വേണ്ടത്. ഞാനും നോക്കണ്ട്. ഞാൻ ഇതിപ്പോ എനിക്കൊരു ചോള പണിയണം. അത് പണിത് കഴിഞ്ഞിട്ട് 2 ചക്രമുണ്ട്. അപ്പൊ കൊച്ചു പിള്ളേരില്ലേ, കൊച്ചു പിള്ളേരൊക്കെ ഒന്ന് പിടിപ്പിച്ച് പഠിപ്പിക്കണം എന്നൊരു മനസ്സിലൊരു നല്ല ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അവിടെ അതവരുടെ കാരണന്മാരും കൂടി ശ്രമിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു നല്ല ആഗ്രഹമാണ് അത്. നമ്മുടെ സ്ത്രീകളെ പണ്ട് വടി തിരിക്കണ ചക്രത്തിൽ തൊടിക്കില്ല, ഒരാചാരാണ് അത്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് നല്ലതുകൊണ്ട് കുറച്ച് ചീത്തയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ആക്സിലേറ്റർ വീലായപ്പോഴും സ്ത്രീകൾ ഇതിലേക്ക് വരുന്നില്ല. അതേ ആ പഠിക്കാണ് അവര് പോണത്. ഇപ്പൊ ഞങ്ങള് ഞങ്ങള് DCHന്റെ ട്രെയിനിങ്ങില് ഞാനിത് സാറിനോട് അവതരിപ്പിച്ചു. സാറ് അങ്ങനെ 10-15 ദിവസം നമ്മുടെ സ്ത്രീകളെ കൊണ്ടും ഞാനത് ചെയ്യിച്ചു നോക്കിയപ്പോൾ കുറച്ച് പേർക്കൊക്കെ അതിന് സ്കില്ലുണ്ട്. അപ്പൊ സ്ത്രീകളെ കൂടുതൽ ഇപ്പൊ കൊച്ചിപ്പോ പാപ്പന്റെ പേരക്കുട്ടികളുണ്ട്, പെട്ടും ഞാൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചക്രത്തിൽ മണ്ണ് പിടിച്ചു നോക്ക്. അപ്പൊ അങ്ങനെ കുറെ ദിവസം ആകുമ്പോ എന്താ ഈ പാലിക്കാര അങ്ങോട്ട് തോന്നണു ഒരു മാഡം, ആ മാഡം BA ഡിഗ്രി ഇതൊക്കെ പഠിച്ച ആളാ, പക്ഷെ ആൾക്ക് ജോലി കിട്ടിയില്ല. അവസാനം വീട്ടിൽ പണിയുണ്ട്. ആള് ഒരു ചൂളൊക്കെ 50,000 രൂപയുടെ പ്രോഡക്റ്റ് ആള് സ്വന്തം ഉണ്ടാക്കി. കുഞ്ഞുരുളികള്, കുഞ്ഞു കളിപ്പാത്രങ്ങൾ അങ്ങനെയുള്ള ആള് സ്വന്തം ഉണ്ടാക്കും. 50,000 രൂപ 1,00,000 രൂപയുടെ പ്രോഡക്റ്റ് ആള് തന്നെ പണിത് വിൽക്കും. ഒരു സ്ത്രീയാണത്. അപ്പം ആ പെൺകുട്ടി ചെറുപ്പത്തിലേ അപ്പനെ അമ്മയും പഠിപ്പിച്ചു. പഠിക്കുമ്പോഴന്നെ ചക്രത്തിൽ ഓരോന്ന് അത് അങ്ങനെ തന്നെ പോയി. പക്ഷെ നമ്മുടെ സമുദായത്തിൽ ഇപ്പോഴും സ്ത്രീകൾ പിന്നോട്ടാണ് ചക്രത്തിലുള്ള പണി. ഇപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നില്ല അവർ. അതവർ സന്തുഷ്ടരാണ് ആ ജോലിയിൽ, ഭർത്താവിനെ സഹായിക്കുക. ഇപ്പോൾ സ്ത്രീധനത്തിനെ കുറിച്ചൊന്നും ആരും ഒന്നും ചോദിക്കില്ല. ഇപ്പോൾ എൻ്റെ മോളെപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഒരിക്കലും അതിൻ്റെ പേരിൽ അവൾ അവിടെ പീഡിപ്പിക്കപ്പെടില്ല. അമ്മായിയമ്മ അല്ല, ഭർത്താവല്ല, ആരും ചോദിക്കില്ല നീ എന്തുട്ടാ കൊടുന്നേന്ന്. കാരണം അമ്മായിയമ്മ ഒന്നും കൊടുന്നുണ്ടാക്കില്ല, ഇപ്പോഴും ചോദിക്കും. ഇപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ കല്യാണം. പെണ്ണിനെ നമ്മൾ കൊണ്ടു കൊടുത്ത് ആ ബസ് കാശ് വരെ ഭർത്താവ് കൊടുക്കണം. അങ്ങനെയുണ്ട്. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിന്താഗതി നല്ലതാണെന്ന് തോന്നുന്നത്. അതെ, ഇപ്പൊ നാളെ നടത്തറ കല്യാണം കഴിച്ചു കൊടുക്കില്ല. അപ്പൊ നടത്തറയാണ് കല്യാണം ഉണ്ടെങ്കിൽ ചെക്കൻ്റെ വീട്ടിൽ കല്യാണം, നമ്മളിപ്പോ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ എത്ര ബസ് വിളിച്ചു, വണ്ടി പകുതി കാശ് അവര് ചെക്കൻ തരണം. അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങളുടെ സ്ത്രീധനം ചോദിക്കൊന്നുമില്ല. ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, അറിയാണ്ട് ചോദിക്കണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പിന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. പാത്രം അങ്ങനെ ഒരു ആചാരങ്ങളൊന്നുമില്ല. പാത്രം കൊടുക്കണം, അലമാര കൊടുക്കണം, അങ്ങനെ ഒന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതിന് പേര് അവരാരും ചോദിക്കും. സ്ത്രീ തന്നെയല്ലേ ധനം, സ്ത്രീ തന്നെയാണ് ധനം. അതൊരു ഇതില് അത് നിങ്ങളുടെ ഞങ്ങളുടെ ജാതിയിലുള്ള നമുക്ക് അല്ല, അത് വളരെ നല്ലതായിട്ട് സന്തോഷത്തോടു കൂടി ഞാൻ പറയാം. കാരണം ഗോത്രങ്ങളിലൊക്കെ ഉണ്ട് നല്ലൊരു ഇതാണ് അത്. കാരണം ഒരു ദേവീനെ പോലെ അവളെ നോക്കുക. അതുപോലെ ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പീരീഡ്സിന്റെ സമയത്തായാലും പ്രസവത്തിന്റെ സമയത്തായാലും കൊടുക്കുന്ന ശുശ്രൂഷകളൊക്കെ ആ പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും പിന്തുടർന്ന് പോകുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം. അതെ, ഇന്ന് നമ്മളുടെ കൂടെ ഒരുപാട് കഥകളും അവരുടെ മൺപാത്രങ്ങൾ വിൽക്കുന്ന രീതികളും മണ്ണിൻ്റെ കഥയാണ് അവർ പറഞ്ഞതെന്ന് നമുക്ക് തോന്നും. അതേപോലെ നമ്മളുടെ അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ മിനിമോൾ ചേച്ചിക്കും അയ്യപ്പൻകുട്ടി ചേട്ടനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇവരുടെ ഈ കുലത്തൊഴിലിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ.
പുതിയ തലമുറ ഇതിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.